approximation to beta by vectors in W is a vector alpha in W such that norm beta minus alpha less than or equal to norm beta minus gamma for every vector gamma in W. അതായത് വി എന്നൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൻ്റെ സബ്സ്പേസ് ആണ് ഡബ്ല്യു. ആ ഡബ്ല്യൂയിലുള്ളൊരു വെക്ടറാണ് ആൽഫ. ഇനി നമ്മൾ വിയിലൊരു വെക്ടറാണ് ബീറ്റ. ഇനി നമ്മൾ ഈ ആൽഫനെ ബീറ്റയിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെന്ന് പറയണമെങ്കിൽ ഏതൊരു വെക്ടർ ഗാമ ഡബ്ല്യു എന്ന് ചൂസ് ചെയ്താലും നോം ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ മൈനസ് ഗാമ എത്തണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൽഫനെ ബീറ്റയിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെന്ന് പറയാം. ഇനി നമുക്ക് തിയറം 4. Let W be a subspace of an inner product space V and let beta be a vector in V. അതായത് W എന്നത് ഈ V എന്ന ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൻ്റെ സബ്സ്പേസ് ആണ്. അതുപോലെ ബീറ്റ എന്നത് വിയിലുള്ളൊരു വെക്ടറാണ്. ഇനി 3 കണ്ടീഷൻ പറയാണ്. ഫസ്റ്റ് കണ്ടീഷൻ, the vector alpha in W is the best approximation to beta by vectors in W if and only if beta minus alpha is orthogonal to every vector in W. അതായത് എന്താ പറയുന്നത് വെച്ചാൽ ഡബ്ല്യൂയിലുള്ള വെക്ടർ ആൽഫ ബീറ്റയിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ ഈ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു ആയിരിക്കും. ഇനി ഈ കണ്ടീഷൻ തിരിച്ചും പറയുന്നുണ്ട്. ബീറ്റ മൈനസ് ആൽഫ ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു ആണെങ്കിൽ ആൽഫ എന്തായിരിക്കും? ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ആയിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ, if a best approximation to beta by vectors in W exists, it is unique. അങ്ങനെ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഉണ്ടെങ്കിൽ അത് യൂണീക്ക് ആയിരിക്കും. അങ്ങനെ ഒരൊറ്റ അപ്രോക്സിമേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് കണ്ടീഷൻ 2 പറയുന്നത്. 3 എന്താ പറയുന്നത് നോക്കാം. W is a finite dimensional and set alpha 1, alpha 2, etc. alpha n is any orthonormal basis for W. Then the vector alpha is equal to summation k inner product beta and alpha k by norm alpha k square into alpha k is the unique best approximation to beta by vectors in W. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ W ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. പിന്നെ സെറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എന്ന് പറയുന്നത് ഓർത്തോ നോർമൽ ബേസിസ് ഫോർ ഡബ്ല്യൂയുടെ ഓർത്തോ നോർമൽ ബേസിസ് ആണ് ഈ സെറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഫൈൻ ചെയ്ത ഈ ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ആണെന്നാണ് തേർഡ് കണ്ടീഷൻ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണോ? പ്രൂഫ് ഫസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണല്ലോ. അപ്പം നമുക്ക് നെസസറി പാർട്ടും സഫീഷ്യൻറ്റ് പാർട്ടും പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം സഫീഷ്യൻറ്റ് പാർട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം നെസസറി പാർട്ടിൽ എന്താ പറയുന്നത്? ബീറ്റ മൈനസ് ആൽഫ ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു എന്നാണ്. ഈ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൽഫ ഈസ് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് നമ്മളൊരു ഗാമനെ ചൂസ് ചെയ്യാം. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വിന്ന് ഒരു ഗാമ നമ്മൾ ചൂസ് ചെയ്യാം. ദെൻ ബീറ്റ മൈനസ് ഗാമ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ആൽഫ മൈനസ് ഗാമ. ഒരു ആൽഫ എന്നുള്ള വെക്ടർ മൈനസ് ചെയ്തും ചെയ്തു, ആഡ് ചെയ്തും ചെയ്തു. ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ഗാമ ആൽഫ മൈനസ് ഗാമ. ഈ ബീറ്റ മൈനസ് ഗാമക്ക് നോം കൊടുത്തൊരു സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? നോം ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ. ഇത് സ്ക്വയർ ചെയ്യാൻ നമുക്കറിയാം. ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നോം ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രൊഡക്ട്സ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ പ്ലസ് നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ. നമുക്കറിയാം ഈ ആൽഫ എന്നുള്ള വെക്ടർ ഡബ്ല്യൂയിലുള്ളതാണ്, അതുപോലെ ഗാമ എന്നുള്ള വെക്ടറും ഡബ്ല്യൂയിലുള്ളതാണ്. അപ്പോൾ ആൽഫ മൈനസ് ഗാമ എവിടെയുള്ള വെക്ടർ ആയിരിക്കും? ആൾസോ ഇൻ ഡബ്ല്യു. അപ്പം നമ്മൾ അസംഷൻ എന്താണ്? നമ്മൾ അസ്യൂം ചെയ്തത് ബീറ്റ മൈനസ് ആൽഫ ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്.
അപ്പോൾ ബീറ്റ മൈനസ് ആൽഫ ഓർത്തോഗണൽ ആണെന്ന് പറയുകയാണെങ്കിൽ ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് ബീറ്റ മൈനസ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ മൈനസ് ഗാമ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് എന്തെങ്കിലും 0 കിട്ടണം. അതായത് ഈ ബീറ്റ മൈനസ് ആൽഫനെ ഡബ്ല്യൂയിലുള്ള ഏത് വെക്ടർ വെച്ച് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താലും നമുക്ക് 0 കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബീറ്റ മൈനസ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൽഫ മൈനസ് ഗാമ 0 എന്ന് കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ സ്റ്റാർ ഇതാ മേലെ നമ്മൾ നോം ബീറ്റ മൈനസ് ഗാമ സ്ക്വയറിൽ ആ ഇക്വേഷനാണ് നമ്മൾ സ്റ്റാർ കൊടുത്തത്. ആ സ്റ്റാറിൽ ഈ ഇന്നർ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടിയ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ 0 എന്ന് കൊടുത്താൽ ആ ഇക്വേഷൻ എന്ത് കിട്ടും? നോം ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ എന്നാവും ആ ഇക്വേഷന്. ആ റിയൽ പാർട്ടിൻ്റെ അവിടെ 0 ആയിട്ട് പോകും. നമുക്കറിയാം ഈ നോം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അതെപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ നോം ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? നോം ബീറ്റ മൈനസ് ആൽഫ സ്ക്വയറിനോട് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തതാണ്. അപ്പം ഈ നോം ബീറ്റ മൈനസ് ഗാമ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും ബീറ്റ മൈനസ് നോം ബീറ്റ മൈനസ് ആൽഫ സ്ക്വയറിന്. നമ്മൾ ആ സ്ക്വയർ ഒഴിവാക്കി കഴിഞ്ഞാൽ നോം ബീറ്റ മൈനസ് ഗാമ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ മൈനസ് ആൽഫ. അതായത് നോം ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ മൈനസ് നോം ബീറ്റ മൈനസ് ഗാമ. ഈ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? ആൽഫ എന്താണ്? ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ എന്നാണ് നമ്മളെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ഗാമ ഡബ്ല്യു എന്ന് ചൂസ് ചെയ്താലും നോം ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ മൈനസ് ഗാമ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബീറ്റനെ ആൽഫനെ ആൽഫ ഈസ് ദി ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ എന്ന് പറയാം. ഇത് മനസ്സിലായോ? ശരിക്കും നമ്മള് ഈ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഡിഫൈൻ ചെയ്യാൻ എന്താ അറിയാം? നമ്മൾ R3 പറയുമ്പോൾ ശരിക്കും ഇത് നമുക്ക് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ R3 സ്പേസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു പ്ലെയിൻ എടുക്കുക, XY പ്ലെയിനോ ഏതെങ്കിലും പ്ലെയിൻ എടുത്തിട്ട് ആ പ്ലെയിനിൽ ഒരു വെക്ടർ ആയിട്ട് ആൽഫേനെ കാണുകയാണെങ്കിൽ ബീറ്റ ഒരു ജനറൽ വെക്ടർ ആയിട്ട് നിങ്ങൾ R3 പ്ലെയിനിൽ വരച്ചു കഴിഞ്ഞാൽ ഈ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു പെർപെൻഡിക്കുലർ വെക്ടർ ആണ്. ആൽഫ ഒരു പെർപെൻഡിക്കുലർ വെക്ടർ ആണ് ശരിക്കും വരുന്നത്. അത് നിങ്ങൾ നമുക്ക് ഇൻ ജനറൽ R2 ഓർ R3 ഒക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, സിമ്പിളായിട്ട് പറയാം. അപ്പൊ ആ ഒരു നോഷൻ അടുത്ത് നമ്മൾ പറയുന്നുണ്ട്, ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ബീറ്റ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതാണ് ശരിക്കും ഈ ആൽഫ എന്നാണ് അതെന്നാണ് പറയുന്നത്. ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് ഫ്രം ആൽഫ ടു ബീറ്റ. അതാണ് ഈ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത്. ബീറ്റ മൈനസ് ആൽഫ എന്നല്ല, ബീറ്റ മൈനസ് ആൽഫന്റെ നോം ഏറ്റവും ചെറുതാവുന്ന അല്ലെങ്കിൽ ബീറ്റ മൈനസ് ഗാമകളിൽ ഏറ്റവും കുറവ് നോം വരുന്ന ആ പെർട്ടിക്കുലർ ഗാമ ആൻഡ് ആൽഫ, ആ രീതിയിലാണ് പറയുന്നത്. അപ്പം ഓക്കെ, അത് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് തന്നെ പറയുന്നുണ്ട്, ബേസിക് പറയുന്നുണ്ട്. പെർപെൻഡിക്കുലർ വെക്ടർ നെസസറി പാർട്ട് പ്രൂവ് ചെയ്യാം. നെസസറി പാർട്ട് പ്രൂവ് ചെയ്യുമ്പോൾ അസ്യൂം ദാറ്റ് ആൽഫ ഇൻ ഡബ്ല്യു ഈസ് എ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു. അതായത് ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ബീറ്റ മൈനസ് ആൽഫ ഈസ് ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു. ബീറ്റ മൈനസ് ആൽഫ ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു എന്നാണ് നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ അസംഷനിൽ ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് എടുത്തല്ലോ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? നോം ബീറ്റ മൈനസ് ഗാമ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ മൈനസ് ആൽഫ ഫോർ എവറി ഗാമ ഇൻ ഡബ്ല്യു. നമ്മൾ ഇക്വേഷൻ സ്റ്റാർ നമ്മൾ ഇവിടെ മേലെ എഴുതിയല്ലോ, അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ നോം ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇക്വേഷന് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ബീറ്റ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ്
alpha minus gamma plus norm alpha minus gamma square is equal to norm beta minus gamma square minus norm beta minus alpha square കിട്ടി. നമ്മൾ മേലെ നമ്മളെ ബെസ്റ്റ് അപ്രോക്സിമേഷൻ്റെ കണ്ടീഷൻ വെച്ചെടുത്തിന് നോം ബീറ്റ മൈനസ് ഗാമ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ മൈനസ് ആൽഫയാണ്. അപ്പം അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ നോം ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ. ഈ നോം ബീറ്റ മൈനസ് ആൽഫ സ്ക്വയറിനെ ഈ സൈഡ് കൊണ്ടുവരുമ്പോൾ നോം ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ മൈനസ് നോം ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ആ സബ്സ്ട്രാക്ട് ചെയ്തതിൻ്റെ നേരെ താഴെയുള്ള സ്റ്റെപ്പിൽ റൈറ്റ് സൈഡ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ബീറ്റ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ പ്ലസ് നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മളിവിടെ വരുന്ന ചെറിയൊരു കൺസ്ട്രക്ഷൻ ആണ്. ഈ ആൽഫ മൈനസ് ഗാമക്ക് നമ്മൾ ടോ എന്ന് പുട്ട് ചെയ്യാം. ഈ ആൽഫ എന്നുള്ള വെക്ടർ ഡബ്ല്യൂയിലുള്ള വെക്ടറാണ്. അതുപോലെ തന്നെ ഗാമ എന്നുള്ള വെക്ടറും ഡബ്ല്യൂയിലുള്ള വെക്ടറാണ്. അപ്പോൾ ആൽഫ മൈനസ് ഗാമയും ഡബ്ല്യൂയിലുള്ള വെക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ആൽഫ നോട്ട് ഇക്വൽ ടു ഗാമയാണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ ആൽഫ മൈനസ് ഗാമക്ക് ടോ പുട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ബീറ്റ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ടോ പ്ലസ് നോം ടോ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇക്വേഷൻ എ. ഫോർ എവറി ടോ ഇൻ ഡബ്ല്യു, ടോ ഡബ്ല്യൂയിലുള്ളതാണ്. അതായത് ടോ നമ്മൾ പുട്ട് ചെയ്തത് ആൽഫ മൈനസ് ഗാമയാണ്. ആൽഫ മൈനസ് ഗാമ ഡബ്ല്യൂയിലുള്ള വെക്ടറാണ്. ഫോർ എവറി ടോ ഇൻ ഡബ്ല്യു ഇൻ പെർട്ടിക്കുലർ if gamma in W and gamma not equal to alpha, we may take tau is equal to, ഇനി ടോൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. tau is equal to minus of beta inner product beta minus alpha and alpha minus gamma by norm alpha minus gamma square into alpha minus gamma. അങ്ങനെ നമ്മൾ ടോനെ കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾ അത് ആ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ബൈ ടോ എന്നാണ്. അപ്പോൾ ടോക്ക് നമ്മൾ എന്താണ്? മൈനസ് ഓഫ് ആ ടോൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. മൈനസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ ബൈ നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ഇൻറ്റു ആൽഫ മൈനസ് ഗാമ പ്ലസ് ടോ സ്ക്വയർ നോം ടോ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ഇൻറ്റു ആൽഫ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ. നമ്മൾ ആ പ്ലസ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കുക. അപ്പോൾ മൈനസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് ഉള്ളത് നമുക്ക് അതിനെ എഴുതാം മോഡ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ. ഇത് ഡിവൈഡഡ് ബൈ ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ആണ്. അതിന് ഒന്നും കൂടെ സ്ക്വയർ ചെയ്യുമ്പോൾ റേസ് ടു 4 വരും. ഡിവൈഡഡ് ബൈ നോം ആൽഫ മൈനസ് ഗാമ റേസ് ടു 4 ഇൻറ്റു പിന്നെ അവിടെ ഉള്ളത് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ആണ്. അത് എഴുതാം നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ വിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ആ ഇക്വേഷനിൽ നേരെ ടോൻ്റെ അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് അത് പുട്ട് ചെയ്തതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് 2 ഇൻറ്റു റിയൽ പാർട്ടിൻ്റെ ആ സൈഡിൽ നമുക്ക് കിട്ടും ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുണ്ട് മൈനസ് ഓഫ് ബീറ്റ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ എന്നുണ്ട്. അതൊരു സ്കെയിലാറാണ്. അപ്പോൾ ആ സ്കെയിലാറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് മൈനസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ ബൈ നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ഇൻറ്റു പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എടുക്കാം ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. പ്ലസ് ഇവിടെ ഉള്ളത് നേരത്തെ നമ്മൾ എടുത്തതിന് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ
norm alpha minus gamma raised to 4 into alpha norm alpha minus gamma raised to 2 which is greater than or equal to 0. നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുക? ആ സെക്കൻഡ് പാർട്ടിൽ ബൈ റേസ് ടു 4 ഉണ്ട്, ഇൻറ്റു റേസ് ടു 2 ഉണ്ട്. അപ്പം നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ലാസ്റ്റ് തേർഡ് സ്റ്റെപ്പ് നോക്കാം. 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് മൈനസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ inner product minus of beta minus alpha and alpha minus gamma by norm alpha minus gamma square into inner product beta minus alpha and alpha minus gamma plus modulus of inner product beta minus alpha and alpha minus gamma square divided by norm alpha minus gamma square into alpha minus gamma square by അടിയിലുള്ള റേസ് ടു 4 കട്ട് ചെയ്ത് പോയി, വിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഫസ്റ്റ് പാർട്ടിൽ ഉണ്ട് ബീറ്റ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ രണ്ട് വട്ടം വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് സ്ക്വയർ ആക്കി എഴുതാം. 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് മൈനസ് ബീറ്റ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ആൽഫ മൈനസ് ഗാമ സ്ക്വയർ പ്ലസ് modulus of inner product beta minus alpha and alpha minus gamma square by alpha minus gamma square is greater than or equal to 0. ഫസ്റ്റ് നമുക്ക് റിയൽ പാർട്ട് ക്യാൻസൽ ചെയ്യാൻ ഇവിടെ ഒരു മോഡുലസ് കൊടുത്താൽ മതി. മോഡുലസ് കൊടുത്താൽ നമുക്ക് റിയൽ പാർട്ട് അവിടെ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ -2 ഇൻറ്റു മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ divided by norm alpha minus gamma square plus modulus of beta minus inner product beta minus alpha and alpha minus gamma square divided by norm alpha minus gamma square is greater than or equal to 0. അപ്പോൾ നമുക്കിത് ചെയ്താൽ എന്താ കിട്ടുക? മൈനസ് ഓഫ് ബീറ്റ മൈനസ് inner product beta minus alpha and alpha minus gamma square divided by norm alpha minus gamma square is greater than or equal to 0. നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഒരു മൈനസ് പാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഇങ്ങനെ ഒരു സംഭവം നടക്കുക ഈ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ 0 ആവുമ്പോഴേ ഇങ്ങനെ ഒരു കണ്ടീഷൻ നടക്കുള്ളൂ. ഒരു മൈനസ് പാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. ഇപ്പം ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് ഗാമ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ മൈനസ് ആൽഫ ഇസ് ഓർത്തോഗണൽ ടു ആൽഫ മൈനസ് ഗാമയാണ്. ഈ ആൽഫ മൈനസ് ഗാമ എന്നുള്ളത് ഡബ്ല്യൂലുള്ളൊരു വെക്ടറാണ്. നമുക്ക് ലാസ്റ്റ് നമ്മളെ കിട്ടേണ്ടത് എന്താണ്? ഏത് ബീറ്റ വെക്ടറിനെ മൈനസ് നമുക്ക് ആൽഫ മൈനസ് ഗാമ എഴുതാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് അല്ലേ? അതെ. ലാസ്റ്റ് നമുക്ക് കിട്ടും ബീറ്റ മൈനസ് ആൽഫ ഇസ് ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു. അതായിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യാൻ കാരണം എവറി കഴിയും. വെക്ടർ ഇൻ ഡബ്ല്യൂ എന്ന് പറയണമെങ്കിൽ ആൽഫ മൈനസ് ഗാമ ഇസ് ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ ഇൻ ഡബ്ല്യൂ. അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? മൂവ് ഫോർവേഡ്. ഇത് ഇന്നലെ പറഞ്ഞ പോർഷൻ അല്ലേ? ഇത് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തല്ലേ? അതെ. ഇന്നലെ പ്രൂവ് ചെയ്താ. മൂവ് ഫോർവേഡ്. ഈ രണ്ടാമത്തേത് നമുക്ക് പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഉണ്ടെങ്കിൽ അത് യൂണീക്ക് ആണെന്നാണ് സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ യൂണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ആൽഫ 1 ആൽഫ 2 എടുക്കുക. ഈ ആൽഫ 1 ആൽഫ 2 ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്താണ്? യൂണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ പ്രൂഫ് നോക്കാം. ലെറ്റ് ആൽഫ 1 ആൻഡ് ആൽഫ 2 ആർ 2 ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു. ആൽഫ 1 ആൽഫ 2 ബീറ്റയിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2. അപ്പം നമുക്ക് യൂണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കിയാൽ സിൻസ് ആൽഫ 1 ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ വി ഹാവ് ബൈ കണ്ടീഷൻ 1. നമ്മൾ കണ്ടീഷൻ 1 എന്താണ്? ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ആണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ ഓർത്തോഗണൽ ടു എവരി വെക്ടർ ഇൻ ഡബ്ല്യു എന്നാണ് കണ്ടീഷൻ ഫസ്റ്റ് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ
alpha 1 is best approximation to beta, we have by condition 1 alpha 1 by beta or beta by alpha 1 is orthogonal to every vector in W. നമുക്ക് അങ്ങനെ പറയാം, ആൽഫ 1 ബീറ്റയിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ. അപ്പോൾ ആൽഫ 1 മൈനസ് ബീറ്റ ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ W എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ പ്രൊഡക്റ്റ് ആൽഫ 1 മൈനസ് ബീറ്റ ആൻഡ് ആൽഫ ഡബ്ല്യൂലുള്ള ഒരു വെക്ടർ ആൽഫ എടുത്താൽ നമുക്ക് 0 കിട്ടണം. സിൻസ് ആൽഫ 2 ഈസ് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ by 1 നമുക്ക് എങ്ങനെ എഴുതാം, we have alpha 2 minus beta or beta minus alpha 2 is orthogonal to every vector in W. അതായത് ഇപ്പം ബീറ്റ മൈനസ് ആൽഫ 2 മൈനസ് ബീറ്റ എന്ന് കൊടുക്കുക, ബീറ്റ മൈനസ് ആൽഫ 2 എന്ന് പറയാൻ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഓർത്തോഗണൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, ബീറ്റ മൈനസ് ആൽഫ 2 ഇന്ന പ്രോഡക്റ്റ് ആൽഫ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. അതാണ് നമുക്ക് നമ്മളെ അസംഷൻ നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യം. നമ്മൾ എന്തെടുക്കുക, പിന്നെ പ്രൊഡക്റ്റ് ആൽഫ 1 മൈനസ് ആൽഫ 2 ആൻഡ് ആൽഫ 1 മൈനസ് ആൽഫ 2 കാണാം. അപ്പോൾ നമുക്ക് ഈ ആൽഫ 1 മൈനസ് ആൽഫ 2 എങ്ങനെ എഴുതാം, ആൽഫ 1 മൈനസ് ബീറ്റ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ 2 ഇന്ന പ്രൊഡക്റ്റ് ആൽഫ 1 മൈനസ് ആൽഫ 2. നമുക്ക് ഈ ആൽഫ 1 മൈനസ് ആൽഫ 2 നമ്മൾ ഒരു ആൽഫ ആയിട്ട് ചൂസ് ചെയ്യാം. ഡബ്ല്യൂലുള്ളൊരു വെക്ടറാണ് ആൽഫ, ആൽഫ ആയിട്ട് നമ്മൾ ആൽഫ 1 മൈനസ് ആൽഫ 2 ചൂസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, ഇന്ന പ്രൊഡക്റ്റ് ആൽഫ 1 മൈനസ് ബീറ്റ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ 2 ആൻഡ് ആൽഫ. നമ്മൾ എന്ത് ചെയ്യാം, ആ ഇന്ന പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ അപ്ലൈ ചെയ്യാം. ഇന്ന പ്രൊഡക്റ്റ് ആൽഫ 1 മൈനസ് ബീറ്റ ആൻഡ് ആൽഫ പ്ലസ് ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ 2 ബൈ ബീറ്റ. നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് ആൽഫ 1 മൈനസ് ബീറ്റ ആൻഡ് ആൽഫ എന്താണ്, 0 ആണ്. നമ്മൾ ആൽഫ 1 ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ എന്ന് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇന്ന പ്രൊഡക്റ്റ് ആൽഫ 1 മൈനസ് ബീറ്റ ആൻഡ് ആൽഫ 0 ആണെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ 2 ആൻഡ് ആൽഫ അതും 0 ആണ്. ആൽഫ 2 ബീറ്റയിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് 0 കിട്ടി, 0 പ്ലസ് 0 0. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, ഇന്ന പ്രൊഡക്റ്റ് ആൽഫ 1 മൈനസ് ആൽഫ 2 ആൻഡ് ആൽഫ 1 മൈനസ് ആൽഫ 2 0 ആണ് കിട്ടി. അതായത് ആൽഫ 1 മൈനസ് ആൽഫ 2 0 ആണ്. സോ ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2. ഹെൻസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ to beta by vectors in W, if it exists, it is unique. അങ്ങനെ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഉണ്ടെങ്കിൽ അതൊരു യൂണീക്ക് ആണ്, നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലായോ? ഓക്കെ, ഈ പ്രൂഫ് എവിടെ കിട്ടിയതാ, ഈ പോസ്റ്റർ പ്രൂഫ് എവിടെ നിന്ന് എഴുതിയിരുന്നു? അത് ടെക്സ്റ്റിൽ പറയുന്നില്ല, യൂട്യൂബിൽ ഉണ്ടായിരുന്നു ഇതിന്റെ പ്രൂഫ്, ഒരു വീഡിയോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇറ്റ്സ് എ നൈസ് പ്രൂഫ്. ഇനി 3 ആണ് പ്രൂവ് ചെയ്യുന്നത്. 3 എന്താ പറയുന്നത് വെച്ചാൽ, W ഒരു ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. അതിൻ്റെ സെറ്റ് W1 W2 എക്സെട്ര WN ഇനി ഓർത്തോ നോർമൽ ബേസിസ് ഫോർ W ആണെങ്കിൽ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എടുത്ത ആൽഫ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ കെ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ ആൻഡ് ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ ഇൻറ്റു ആൽഫ കെ. ഈ ആൽഫ ബീറ്റയിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെന്നാണ് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് തന്നെയാണ് സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ബി എ ഓർത്തോ നോർമൽ ബേസിസ് ഫോർ W ആണ്. ആൻഡ് ഇത് ബേസിസ് ആയതുകൊണ്ട് ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ. നമുക്ക് കണ്ടീഷനിൽ തന്ന ആൽഫ എന്താണ്, ആൽഫ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to n ഇൻ പ്രൊഡക്റ്റ് ബീറ്റ ആൻഡ് ബീറ്റ കെ ഡിവൈഡഡ് ബൈ നോം ആൽഫ കെ സ്ക്വയർ ഇൻറ്റു ആൽഫ കെ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്താണ്, ഈ ആൽഫ ബീറ്റയിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളെ കണ്ടീഷൻ ഫസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ബീറ്റ മൈനസ് ആൽഫ ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ W എന്ന് പ്രൂവ് ചെയ്താൽ മതി. By condition 1 it is enough to prove that
ബീറ്റ മൈനസ് ആൽഫ ഇസ് ഓർത്തോഗണൽ ടു എവറി വെക്റ്റർ ഇൻ ഡബ്ല്യു. അതായത് ഡബ്ല്യു ഉള്ളൊരു വെക്റ്റർ എടുക്കുക, നമുക്കൊരു ആൽഫ എടുക്കാം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ എന്ത് 0 എന്നാണ് പ്രൂവ് ചെയ്താൽ മതി. ഇത് പ്രൂവ് ചെയ്താൽ എന്താണ്, ആൽഫ ഈസ് ദി ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ആണ് ബൈ കണ്ടീഷൻ 1. നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ കാണാം. അതാകുമ്പോൾ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബൈ ആൽഫ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ് ഈ ഇവിടെയുള്ള ആൽഫക്ക് നമുക്ക് ഇവിടെ തന്ന ആൽഫന്റെ വാല്യൂ കൊടുക്കാം. ഇന്നർ പ്രൊഡക്റ്റ് സമ്മേഷൻ k equal to 1 to n inner product beta by alpha k, inner product beta and alpha k by norm alpha k square into alpha k and alpha i എന്ന് കൊടുക്കുക. ഇനി തേർഡ് സ്റ്റെപ്പിൽ ആ കേക്ക് നമ്മൾ വാല്യൂ കൊടുക്കാം. അല്ല സോറി, ഫോർത്ത് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ ഞാൻ ബീറ്റ മൈനസ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ് സമ്മേഷൻ k equal to 1 to n ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ബൈ ബീറ്റ ആൻഡ് ആൽഫ k ബൈ നോം ആൽഫ k സ്ക്വയർ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ k ആൻഡ് ആൽഫ ഇനി നമ്മൾ ആ സ്റ്റെപ്പിൽ കേക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കണം 1 to n വരെയുള്ള. അതായത് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ് inner product beta and alpha 1 by norm alpha 1 square into inner product alpha 1 and alpha I plus inner product beta and alpha 2 by norm alpha 2 square into inner product alpha 2 and alpha I plus etc. ഇനൊരു ith ടേം ഉണ്ടാവും. അപ്പോൾ inner product beta and alpha I by norm alpha I square into inner product alpha I into alpha I plus ലാസ്റ്റ് ടൈം എന്താണ് n. അപ്പോൾ inner product ബീറ്റ ആൽഫ n by norm alpha n square into inner product alpha n by alpha n alpha I. അപ്പം നമുക്കറിയാം ഈ സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര എന്താണ് ഓർത്തോനോർമൽ ബേസിസ് ആണ്. ഓർത്തോനോർമൽ ബേസിസ് പറയുമ്പോൾ ആ സെറ്റിലുള്ള ഡിഫറെൻറ്റ് വെക്റ്റേഴ്സ് തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് 0 കിട്ടും. അതുപോലെ തന്നെ നോം ആൽഫ ഐ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ അല്ല 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ആ ഓർത്തോനോർമൽ ബേസിസ് ആണ് എന്നുള്ള കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിലുള്ള അതായത് മൈനസ് പാർട്ട് കഴിഞ്ഞാൽ ബ്രാക്കറ്റിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ 1 ബൈ ആൽഫ ഐ 0 ആയിരിക്കും വരിക. പിന്നെ അതുപോലെ തന്നെ ആൽഫ 2 ബൈ ആൽഫ ഐയും 0 ആയിരിക്കും. പ്ലസ് എക്സെട്ര ആൽഫ ഐ ബൈ ആൽഫ ഐ എന്നാണ് നോം ആൽഫ ഐ, അത് 1 ആയിരിക്കും വരിക. പിന്നെ എക്സെട്ര ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എൻ ബൈ ആൽഫ ഐ അതും 0 ആയിരിക്കും. അതൊക്കെ എന്താ ഡിഫറെൻറ്റ് വെക്റ്റേഴ്സ് തമ്മിലാണ് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ 0 ആയിട്ട് പോകും. നമുക്ക് ലാസ്റ്റ് കിട്ടൽ എന്തായിരിക്കും, ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ ഐ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൻഡ് ആൽഫ ഐ മൈനസ് ആ ith ടേം മാത്രം അവിടെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ 0 ആയിട്ട് പോയി ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഉണ്ടാവും മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ ഐ ബൈ നോം ആൽഫ ഐ സ്ക്വയർ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ഐ ബൈ ആൽഫ ഐ. നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ഐ ആൻഡ് ഐ എന്ന് പറയുന്നത് നോം ആൽഫ ഐ സ്ക്വയർ ആണ്, അത് 1 ആണ്. അതങ്ങനെ ക്യാൻസൽ ആയി പോവും. പിന്നെ ലാസ്റ്റ് ഉള്ളത് നോം ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൻഡ് ആൽഫ ഐ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ ഐ, അതെന്തായിരിക്കും 0 ആയിരിക്കും. നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ആൻഡ് ആൽഫ ഐ 0 ആണ് കിട്ടി ഫോർ എവറി ആൽഫ ഇൻ ഡബ്ല്യു. നമുക്ക് എന്ത് പറയാം, ബീറ്റ മൈനസ് ആൽഫ ഐ ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു എന്ന് പറയാം. അതായത് നമുക്ക് നമ്മൾ ബീറ്റ മൈനസ് ആൽഫ ഓർത്തോഗണൽ ആണെന്ന് പറയുകയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ ഫസ്റ്റിൽ എന്താണ് പറയുന്നത്,
ആൽഫ ഈസ് ദി ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ആണ്. ഇവിടെ തന്നിട്ടുള്ള ആൽഫ, അതായത് ഇവിടെ സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ബൈ ആൽഫ കെ, ആ നമുക്ക് ഡിഫൈൻ ചെയ്ത ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ നമുക്ക് പ്രൂവ് ചെയ്തു. ഇനി അവിടെ പറയാം ബ്രാക്കറ്റിൽ, ആ കണ്ടീഷനിൽ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് യുണീക്ക് ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇങ്ങനെ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആണെന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് since a best approximation to beta by vectors in W is unique, അതായത് alpha is the unique best approximation to beta by vectors in W. ഇത് ലാസ്റ്റ് അങ്ങനെ കിട്ടും. മനസ്സിലായോ? ഓക്കെ, നല്ല പ്രൂഫായിരുന്നു. അതായത് ഓരോന്നും വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പ്രസന്റ് ചെയ്തത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കോഴ്സസ് ഒക്കെ നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. ഞാൻ തന്നെ നമ്മൾ ശരിക്കും യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് നമുക്ക് കിട്ടും. അതായത് നിങ്ങൾ ഈ NPTEL വീഡിയോസ് കാണാറുണ്ട് അതിനൊക്കെ? NPTEL വീഡിയോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ NPTEL വീഡിയോസ് നമുക്ക് ഓൺലൈനിൽ കിട്ടും, യൂട്യൂബിലല്ല, അല്ലാതെ NPTEL സൈറ്റിൽ തന്നെ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ വലിയ വലിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ IITസിലൊക്കെ ഉള്ള മാഷ്മാരൊക്കെ ക്ലാസ് എടുക്കുന്ന വീഡിയോസ് ആണ്. അല്ലെങ്കിൽ മൊത്തം നമുക്ക് അതിൻ്റെ കോഴ്സ് മൊത്തം കിട്ടും. നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഞാനൊക്കെ എന്താ ചെയ്തത്, നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി റെഫർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ പ്രൂഫിന് കിട്ടും. ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത വലിയ പ്രൂഫിനെക്കാട്ടും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ നമ്മൾ അവിടെ പോയി റെഫർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പ്രൂഫ് മനസ്സിലാവും. ഓക്കെ, അപ്പം എന്നോട് ഇപ്പോൾ ഹനീന പറഞ്ഞു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞു. ഏത് വീഡിയോ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നന്നായി. പ്രൂഫ് വാസ് വെൽ ഡൺ, എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നന്നായി, നല്ല സന്ദേശമായിരുന്നു. ബാക്കി സംശയം കണ്ട ചോദിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. നമുക്ക് എല്ലാ സബ്ജക്ട്സിന്റെയും വീഡിയോസ് കിട്ടും. ബേസിക് കോഴ്സിന്റെയും കിട്ടും, നല്ല ഹയർ ലെവൽ കോഴ്സിന്റെയും കിട്ടും. ഏകദേശം എല്ലാ കോഴ്സുകളുടെയും ഫുൾ വീഡിയോസ് ലെക്ചേഴ്സ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരു ഷോർട്ട് ബാക്ക്ലോഗ് വരുന്നു തോന്നുന്നുണ്ടെങ്കിൽ ആ പോർഷൻസ് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് റെഫർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇത് കിട്ടും. കുറച്ചും കൂടി ജോമെട്രി ഒക്കെ പറയുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതൊക്കെ റെഫർ ചെയ്യാം. നിങ്ങളെ മാസ്റ്റർമാരാകുമ്പോൾ നിങ്ങളെ കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, there is no doubt, then we'll move on to the next person. അടുത്ത ആളൊരു പോകാം. അടുത്ത ഹുസ്നല്ലേ? അതെ സർ. You can start, Husna. സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല, ഒരു മിനിറ്റ്. എന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല, ഡിസ്മിസ് ആയി പോകും. ഒന്നുകൂടി ട്രൈ നോക്കി. ആ സർ. എങ്ങനെ? ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. ഒന്ന് ലെഫ്റ്റ് അടിച്ച് ജോയിൻ ചെയ്ത് നോക്കി, എന്നിട്ടൊന്ന് ഷെയർ ചെയ്ത് നോക്കി.
മ്യൂട്ടാണോ? മൊബൈൽ ഫോൺ ആക്കി സർ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, വോയിസും കേൾക്കുന്നുണ്ട്. സ്റ്റാർട്ട്. ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്. Let V be an inner product space and S be any set of vectors in V. അതായത് V എന്താണ്? ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. വിയിലുള്ള ഏതെങ്കിലും കുറച്ച് വെക്ടേഴ്സിന്റെ ഒരു കളക്ഷൻ ആണ് എസ് എന്ന് പറയുന്ന സെറ്റ്. The orthogonal complement of S is a set S perp of all vectors in V which are orthogonal to every vectors in S. അതായത് നമുക്കൊരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഉണ്ട് കയ്യിൽ. ആ വെക്ടർ അതൊരു വെക്ടർ സ്പേസ് ടുഗദർ വിത്ത് ആൻ ഇന്നർ പ്രോഡക്റ്റ് ആവാം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്കൊരു എസ് എന്ന സെറ്റ് ചൂസ് ചെയ്താൽ അതിൻ്റെ വെക്ടർ സ്പേസിന്റെ സബ് സ്പേസ് ആയിട്ടൊരു വി എസ് പറയുന്നൊരു വെക്ടർ സ്പേസ് വിന്റെ സബ് സ്പേസ് ആയിട്ടുള്ള ഒരു സെറ്റായിട്ട് ചൂസ് ചെയ്യാണ്. ഈ സെറ്റിന്റെ എസിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണ് എസ് പെർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എസ് പെർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സെറ്റാണ്. അത് നമുക്ക് എങ്ങനെ എന്താക്കാം, എസ്സിൽ ഒരു ആൽഫ ചൂസ് ചെയ്താല് എസ് പെർപ്പിന് ഒരു ബീറ്റയും ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇന്നർ പ്രൊഡക്റ്റ് അറിയുന്നത് ആൽഫ ബൈ ബീറ്റ ഈക്വൽ ടു 0 ആണെന്ന് ഇതാക്കാം നമുക്ക്. അതായത് ആൽഫയും ബീറ്റ എന്താ മീൻ ചെയ്യാന്ന് മനസ്സിലാവും. ആൽഫ ആൻഡ് ബീറ്റ ആർ ഓർത്തോഗണൽ ആണെന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഒന്നുകൂടെ പറയോ? ഒന്ന് പതുക്കെ പറഞ്ഞാൽ മതി. സർ ടാബ് യൂസ് ചെയ്യണമെങ്കിൽ വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാന്ന് കരുതിയത്, പക്ഷെ ടാബിൽ കണക്ട് ആവുന്നില്ല. അല്ല, കുഴപ്പമില്ല, കാണുന്നുണ്ട്, ക്ലിയർ ആണ്. പതുക്കെ പറഞ്ഞാൽ മതി. ക്ലിയർ ആണ്, വോയിസ് ക്ലിയർ ആണ്. പതുക്കെ പറഞ്ഞു. നമ്മളൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എടുക്കുകയാണ്. അതൊരു വെക്ടർ സ്പേസ് ബി എന്ന് പറയുന്നത് എടുത്തു. ആ വെക്ടർ സ്പേസിന് ഒരു സബ് സ്പേസ് എസ് എടുക്കും. ആ എസിന് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി എടുക്കുന്നത്. എസ് പെർപ്പ് സബ് സ്പേസ് ആണെന്നല്ലേ പറഞ്ഞല്ലേ? സബ് സ്പേസ് ആണെന്ന് പറഞ്ഞു. എസ് ക്യാൻ ബി എനി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി. സബ് സ്പേസ് ആയിക്കോണമെന്നില്ല. ഓക്കെ. ആ എഴുതി തന്നെ അവിടെ എഴുതിണ്ടല്ലോ, എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോ എസിന് നമ്മളൊരു ആൽഫ ചൂസ് ചെയ്യാണ്. എസ് പെർപ്പ് പറയുന്നത് അത് എസിലെ ഒരു ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ എസ് പെർപ്പ് നമ്മള് അതിലൊരു ബീറ്റയും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബൈ ബീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാല് ആൽഫയും ബീറ്റയും ഓർത്തോഗണൽ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എസ് ഡിനോട്ട് ചെയ്യുന്ന എസ് പെർപ്പ് എന്നാണ്. അതിന്റെ വെക്ടേഴ്സ്, അതിലെ വെക്ടേഴ്സ് വി എന്ന് പറയുന്നത് എസിലുള്ള എല്ലാ വെക്ടേഴ്സിന്റെയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്. അതായത് വിച്ച് ആർ ഓർത്തോഗണൽ ടു എവരി വെക്ടേഴ്സ് ഇൻ എസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വെക്ടേഴ്സിന്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് എസിലുള്ള വെക്ടേഴ്സിന്റെയും എക്സ് പെർപ്പിലുള്ള വെക്ടേഴ്സിന്റെയും ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ 0 ആയിരിക്കും എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അത് മനസ്സിലായോ ആ ഡെഫിനിഷൻ? അതെ. അതായത് നമ്മളൊരു വെക്ടർ സ്പേസ്, ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എടുക്കുകയാണ് വി. അതിന്റെ അകത്തുനിന്ന് കുറച്ച് വെക്ടേഴ്സിന്റെ സെറ്റ് എടുക്കുകയാണ്. എസ് ബി എനി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി. അങ്ങനെയെങ്കിൽ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ശരിക്ക് വേറൊരു സെറ്റാണ്. എസ് പെർപ്പ് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതിലുള്ള വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എസിലുള്ള വെക്ടേഴ്സും എസ് പെർപ്പിലുള്ള വെക്ടേഴ്സും ഓർത്തോഗണൽ ആയിരിക്കും. അതായത് നിങ്ങൾ ഏതൊരു വെക്ടർ എസ് എന്നും ഏതൊരു വെക്ടർ എസ് പെർപ്പും എടുത്തിട്ട് നിങ്ങൾ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അത് 0 കിട്ടും. അതാണ് ഓർത്തോഗണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ലേ പറഞ്ഞത്? ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് വി ഫുൾ വെക്ടർ സ്പേസ് എടുത്താൽ 0 സബ് സ്പേസും ആയിരിക്കും. കോൺവേഴ്സ്ലി 0 പെർപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പെർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഡിനോട്ട് ചെയ്യണം. ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എസിനെ നമ്മൾ
എസ്പെർപ്പ് എന്ന് ഡിനോട്ട് ചെയ്യാം. ആ മുകളിലൊരു സിമ്പിൾ ഉണ്ടല്ലോ, ടി തിരിച്ചിട്ട പോലത്തെ സാധനം, അതാണ് എസ്പെർപ്പ് എന്ന സിമ്പിൾ. അപ്പം സീറോ പെർപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വി ആയിരിക്കും, അത് വി പെർപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സീറോ സ്പേസ് ആയിരിക്കും. പിന്നെ നമ്മൾ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു എസ്പെർപ്പ്, ഏതൊരു സെറ്റ് എസ് നമ്മൾ വിന്റെ എടുത്താലും എസ്പെർപ്പ് എപ്പോഴും ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. സബ്സ്പേസ് ആവാനുള്ള കണ്ടീഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് നമ്മൾ എടുത്തു, ആൽഫയും ബീറ്റയും. ആൽഫയും ബീറ്റയും എസ്പെർപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത് ശരിക്കും? അത് ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന്, ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണെന്നാണ് പറയുന്നത്. ഗാമ നമ്മൾ ഇവിടെ എടുക്കുന്നത്, ഗാമ എടുക്കുന്നത് അതൊരു റിമാർക്കായി കൊടുത്തതാണ് സാറിന്. അതന്നെ, അത് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ശരിക്കും അവിടെ എസ്പെർപ്പ് ഒരു സബ്സ്പേസ് ആണെന്നല്ലേ കാണിക്കുന്നത്? അതെ. അതെങ്ങനെയാ പ്രൂവ് ചെയ്താണ്? എസ് നോൺ അതെന്ന് എം ടി ആണ്. പറയുന്നത് എസ് നോൺ എം ടി ആണ്. അപ്പോ അതിന്റെ ഒരു സീറോ പറയുന്നൊരു സെറ്റ് എടുക്കും. അതുപോലെ ആൽഫയും ബീറ്റയും എസിലുള്ള ഒരു എലമെന്റ്, എസ്പെർപ്പിലുള്ള എലമെന്റ്സ് ആണെന്ന് പറയും. സി ഒരു സ്കാലാർ ആണെന്നുണ്ടെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ ബൈ ഗാമ ഇസ് ഈക്വൽ ടു സി ആൽഫ ബൈ ഗാമ പ്ലസ് ബീറ്റ ബൈ ഗാമ. നമുക്ക് നമ്മളെ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി ആൽഫ പ്ലസ് ബീറ്റ ബൈ ഗാമ ഇസ് ഈക്വൽ ടു സി ആൽഫ പ്ലസ് ഗാമ, സി ആൽഫ ബൈ ഗാമ പ്ലസ് ബീറ്റ ബൈ ഗാമ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോ ആൽഫ ബൈ ഗാമ എന്ന് പറയുന്നത് സീറോ ആണ്. ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയും ഗാമയും ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആൽഫ പ്ലസ് ഗാമ, ആൽഫ ബൈ ഗാമ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോ ആൽഫ ബൈ ഗാമ എന്ന് വിളിക്കണ്ട, ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ഗാമ. ഓക്കെ. അപ്പൊ ഇവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ കാണിക്കുന്നത് എസ്പെർപ്പ് സബ്സ്പേസ് ആണ് കാണിക്കുന്നത് അല്ലേ? അതെ, സബ്സ്പേസ് ആൽഫയും ബീറ്റയും എസ്പെർപ്പിൽ എടുത്തു കഴിഞ്ഞാൽ സി ആൽഫ പ്ലസ് ബീറ്റയും എസ്പെർപ്പിൽ ഉണ്ടാവണം എന്ന് കാണിക്കണം, അപ്പോഴേ സബ്സ്പേസ് ആവുള്ളൂ. അല്ല നമ്മൾ സബ്സ്പേസ് കാണിക്കാൻ ചെയ്ത കണ്ടീഷൻ കൊണ്ടുപോയി നമ്മൾ ചെയ്യുന്നതാണ്. ആൽഫയും ബീറ്റയും ആ സ്പേസിന് എടുത്തു കഴിഞ്ഞാൽ സ്കെയിലാർ എടുത്തിട്ട്, ഫീൽഡിലുള്ള സ്കെയിലാർ എടുത്തിട്ട് സി ആൽഫ പ്ലസ് ബീറ്റയും അതേ സ്പേസിൽ ഉണ്ടെന്ന് കാണിച്ചാൽ സബ്സ്പേസ് ആയി. അപ്പൊ അതേ സ്പേസിൽ ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്? സി ആൽഫ പ്ലസ് ബീറ്റയും എസ്പെർപ്പ് ഉണ്ട് എന്ന് കാണിക്കുന്ന മീനിങ് എന്താ? സി ആൽഫ പ്ലസ് ബീറ്റയുടെ കൂടെ എസിലുള്ള ഏത് എലിമെന്റ് എടുത്തിട്ട് അതിന്റെ ഓർത്തോഗണൽ, അതിന്റെ ഇന്നർ പ്രോഡക്റ്റ് കണ്ടാൽ സീറോ ആയിരിക്കും. അതാണ് എസ്പെർപ്പിൾ എലിമെന്റ്സിന്റെ പ്രത്യേകത. എസ്പെർപ്പിൾ എലിമെന്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലുള്ള ഏത് എലിമെന്റ് എടുത്തിട്ട് നിങ്ങൾ എസിൽ ഏത് എലിമെന്റ് എടുത്താലും അവർ രണ്ട് തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് കണ്ട അത് സീറോ ആയിരിക്കും. അപ്പൊ നമ്മൾ കാണിക്കുന്നത് സി ആൽഫ പ്ലസ് ബീറ്റയും എസ്പെർപ്പിൾ ഉണ്ട് എന്ന് കാണിക്കണം. അപ്പം സി ആൽഫ പ്ലസ് ബീറ്റന്റെ എസിലുള്ള ഏതെങ്കിലും എലിമെന്റ് എടുത്തിട്ട് ഇന്നർ പ്രോഡക്റ്റ് സീറോ എന്ന് കാണിക്കണം. അങ്ങനല്ലേ ചെയ്യുന്നത്? അതെ. ആൽഫയും ബീറ്റയും ഗാമയും ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഗാമ നമുക്ക് ഇതുപോലെ എഴുതാം, നമ്മള് ഇന്നർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് എഴുതാം. പിന്നെ ആൽഫയും ബീറ്റയും എസ്പെർപ്പിൾ ഉള്ളതിനെ കൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് ആൽഫ ഗാമ സീറോ ആയിരിക്കും, ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ ഗാമ സീറോ ആയിരിക്കും. കാരണം ഗാമ എസിലാണ്. എസ്പെർപ്പ് എന്ന് പറഞ്ഞാൽ എസിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അപ്പം സി സീറോ പ്ലസ് സീറോ ഈക്വൽ ടു സീറോ എന്ന് വരും. ഓക്കെ, ഇത് മനസ്സിലായോ എല്ലാവർക്കും? എന്താ ഡെഫിനിഷൻ, എന്താ പ്രൂവ് ചെയ്ത് മനസ്സിലായോ? മനസ്സിലായോ? പറഞ്ഞെന്താ മനസ്സിലായോ? നമ്മളെ ഗൂഗിൾ മീറ്റ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ, അതിൽ ഇതില് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിലിപ്പം നമ്മളെ ഓൾറെഡി ഉള്ള ആൾക്കാരെ എങ്ങനെയാ കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞ എന്താണ് ഈ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ കൃഷ്ണ?
എക്സാമ്പിൾ എന്താ ഇപ്പൊ നമ്മളൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എടുക്കാം. ഇപ്പം R3 എടുക്കാം. ഇത് യൂഷ്വൽ ഇന്നർ പ്രൊഡക്റ്റ്. എന്താണ് R3 സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ്? എന്താ R3 സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കാം. അതായത് X1 X2 X3 Y1 Y2 Y3 രണ്ട് എലിമെന്റ്സ് എടുക്കാം. എന്നിട്ട് അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്താ വരിക? സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് എന്താ വരിക? X1 Y1 പ്ലസ് X2 Y2 പ്ലസ് X3 Y3 എന്ന് വരും. ഇതിലൊരു ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സർ, അടിയിൽ ഉണ്ടോ? താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് ഇന്നർ പ്രൊഡക്റ്റ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതില് ഇപ്പം R3 നിങ്ങൾ ഒരു സെറ്റ് എടുക്കുക. സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം 0 A 0. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം 0 A 0. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്തോഗണൽ ആ സെറ്റിന്റെ എസ്പെർപ്പ് എന്തായിരിക്കും? ഇപ്പൊ എസ് ആ സെറ്റ് ആണെങ്കിൽ സിംഗിൾട്ടൺ അല്ല, സോറി, എസ് എന്ന സെറ്റ് ഞാൻ എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ 3 tuples വേർ സെക്കൻഡ് കോർഡിനേറ്റ് ഇസ് നോൺ സീറോ എടുക്കാൻ വിചാരിച്ചോ നിങ്ങൾ, 0 A 0 എന്ന രീതിയിൽ. അങ്ങനെയെങ്കിൽ ആ സെറ്റിന്റെ എസ്പെർപ്പ് എന്തായിരിക്കും? സർ വോയിസ് ഇതായിരിക്കും കട്ടായി. എസ്പെർപ്പ്. വോയിസ് കട്ടാവുന്നുണ്ടോ? എനിക്ക് കട്ടാവുന്നുണ്ട്, റേഞ്ച് ഇഷ്യൂ ഉണ്ട് ഇവിടെ. അതായത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ എസ് നിങ്ങൾ എടുക്കുന്ന സെറ്റ് R3 സെറ്റ് എടുക്കാം. എസ് എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഓഫ് ദ ഫോം 0 A 0 എടുക്കാം. ഓക്കെ, A is a റിയൽ നമ്പർ. ഇങ്ങനത്തെ ഒരു സെറ്റ് എടുക്കുക. അതായത് ഫസ്റ്റ് ആ 3 ട്യൂപ്പിളിലെ ഫസ്റ്റ് കോർഡിനേറ്റും ലാസ്റ്റ് കോർഡിനേറ്റും 0 ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സെറ്റ് നിങ്ങൾ എടുത്താൽ അതിന്റെ എസ്പെർപ്പ് എന്താ വരിക? Anyone answer? എന്തായിരിക്കും എസ്പെർപ്പ് വരിക? എസ്പെർപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. അതായത് നിങ്ങള് എസ്പെർപ്പിലെ എലിമെന്റ്സ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ആ എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ എലിമെന്റ്സും ഇപ്പൊ നമ്മൾ പറഞ്ഞ സെറ്റിലെ എലിമെന്റ്സും തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കും. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പണ്ട് പഠിച്ച ഐഡിയ വെച്ച് പറയുമ്പോൾ അത് പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് രണ്ട് വെക്ടേഴ്സ്, നിങ്ങൾ വെക്ടർ കാൽക്കുലസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സ് നിങ്ങൾ എപ്പോഴാ പെർപെൻഡിക്കുലർ എന്ന് പറയാം? ഒരു ഡോട്ട് പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ അല്ലേ? ഇപ്പോൾ ആൽഫ ഡോട്ട് ബി ഡിഫൈൻ ചെയ്ത് ഞാൻ ഡിഫൈൻ ചെയ്യാറുണ്ട് മോഡ് ആൽഫ മോഡ് ബീറ്റ ഇൻറ്റു കോസ് തീറ്റ. അതായത് തീറ്റ പറയുന്നത് അത് ആൽഫയും ബീറ്റ തമ്മിലുള്ള ആംഗിൾ അല്ലേ? അപ്പൊ കോസ് 90 എന്താ വരിക? 0 ആകുമ്പോൾ ആണ് അല്ലെ? തീറ്റ 90 എടുക്കുമ്പോൾ 90 ഡിഗ്രി എടുക്കുമ്പോൾ, അതായത് പെർപെൻഡിക്കുലർ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? ആ ഇന്നർ പ്രൊഡക്റ്റ് ആ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിപ്പോ. അതേ നോഷൻ ഇവിടെ പറയുന്നത്. ശരിക്കും ഇവിടെ ശരിക്കും നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിന് എടുത്ത് പറയുന്നില്ല. പക്ഷെ നമുക്ക് പല സ്പേസുകളിലും ആ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഐഡിയ നമ്മൾ ജനറലൈസ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമുക്ക് പല വെക്ടർ സ്പേസ് ലീനിയർ സ്പേസുകളിൽ നമുക്ക് ആ ഒരു സിമിലർ നോഷനാണ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ RNൽ നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഡോട്ട് പ്രൊഡക്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ R3 ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദ ഫോം 0 A 0. അങ്ങനത്തെ എല്ലാ എലിമെന്റ്സും എടുക്കുക. ആ എലിമെന്റ്സിന്റെ കൂടെ ഏത് എലിമെന്റ്സ് ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടുക എപ്പോഴും? ആ എലിമെന്റ്സിന്റെ കൂടെ A 0 0 എടുക്കാം. ഓക്കെ, അത് മാത്രമേ വരുള്ളൂ. അല്ല 0 0 0 0 0 A എടുക്കാം. പിന്നെ അത് മാത്രമേ വരുള്ളൂ. 0 അത് A 0 0 പറഞ്ഞു നിങ്ങൾ. ഓക്കെ, പിന്നെ 0 0 B എന്ന് എടുക്കാം നമുക്ക് വേണമെങ്കിൽ. കാരണം എയും ആ ലാസ്റ്റ് വരുന്ന വെക്ടറും സെയിം ആയിക്കോണമെന്നില്ലല്ലോ. അപ്പൊ 2 0 0 ആയിരിക്കും. അതുപോലെ 0 0 3 ആയിരിക്കും അല്ലെ? അതൊക്കെ നിങ്ങളിപ്പം 0 A 0 എന്ന വെക്ടറിന്റെ കൂടെ നിങ്ങൾ ഇന്നർ പ്രോഡക്റ്റ് കാണുമ്പോൾ 0 ആയി പോകും. അപ്പം
ശരിക്ക് എ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദ ഫോം A0B വരില്ലേ? where A and B are real numbers അല്ലേ? അതായത് ഫസ്റ്റ് എലിമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും എടുക്കാം, ലാസ്റ്റ് എലിമെന്റ് എന്തും എടുക്കാം, പക്ഷെ നടുക്കത്തെ എലിമെന്റ് നിങ്ങൾ 0 എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എലിമെന്റ്, ഞാൻ പറഞ്ഞ ഈ എലിമെന്റ്, അതായത് 0A0 എന്ന എലിമെന്റിന്റെ കൂടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സെറ്റിലെ എലിമെന്റ്സ്, അതായത് A0B അല്ലെങ്കിൽ B0C എന്ന് പറയുന്ന ആ എല്ലാ ഓർഡർ ട്രിപ്ലെറ്റ്സും എടുക്കാം. ഇന്നർ പ്രോഡക്റ്റ് കണ്ടാൽ എപ്പോഴും 0 ആയിരിക്കും. അതായത് നമ്മളെ എസ്പെർപ്പിൾ എലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദ ഫോം സം B0C ആയിരിക്കും. B,0,C where B and C are real numbers. അതാണ് അതിന് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ. ഇപ്പൊ നിങ്ങൾ 010 എന്നുള്ള വെക്ടർ നിങ്ങൾ എസ് എന്ന് എടുക്കുകയാണെങ്കിൽ, 010 എന്ന വെക്ടർ നിങ്ങൾ എസ് എന്ന് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ എസ്പെർപ്പിന്റെ എലിമെന്റ് എടുക്കും 203 എടുക്കുക. നമ്മൾ പറഞ്ഞ എസ്പെർപ്പിൽ അങ്ങനത്തെ എലിമെന്റ്സ് ആണുള്ളത്, B0C ടൈപ്പിലുള്ള. അപ്പം ബിക്ക് ഒരു 2ഉം സിക്ക് ഒരു 3 എടുത്താൽ നിങ്ങൾക്ക് 203 എന്ന എലിമെന്റ് കിട്ടും എസ്പെർപ്പിന്ന്. ഇന്നർ പ്രോഡക്റ്റ് കണ്ടു നോക്കുന്നത് എന്താ വരിക? 010 ഇന്നർ പ്രൊഡക്റ്റ് 203 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 × 2 + 1 × 0 + 0 × 3, അതായത് 0 എന്ന് വരും. ശരിക്കും നമ്മൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്, എന്താ പറയാ, ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ. ഓക്കെ, അതാണ് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ. അപ്പൊ നമ്മളിപ്പോ കാണിച്ചത് എന്താ വെച്ചാൽ ഏതൊരു സെറ്റ് എസ് എടുത്താലും അതിന്റെ എന്താ പറയാ കോംപ്ലിമെന്റ്, ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സബ്സ്പേസ് ആയിരിക്കും എന്ന് കാണിച്ചു. ഓക്കെ, സോ വിൽ മൂവ് ഫോർവേഡ്. ഓക്കെ സർ. നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് whenever the vectors alpha in theorem 4. തിയറം 4 എന്ന് പറയുന്നത് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ തിയറത്തിൽ W പറയുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് W be a subspace of an inner product space V and let beta be a vector in V. അത് പറയുന്നത് എന്താ വെച്ചാല്, W പറയുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിന്റെ സബ്സ്പേസ് ആണ് V എങ്കിൽ അതിലൊരു ബീറ്റ എടുത്താല് അതിലേക്കൊരു ആൽഫ കിട്ടും. ഇത്തരത്തിലുള്ള ആൽഫ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യാൻ കഴിയും ചെയ്യും. അതുപോലെ അതിലൊരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ബീറ്റ ഓൺ W ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാനും കഴിയും. അപ്പൊ ഡബ്ല്യൂയിലൂടെ നമുക്ക് ബീറ്റയുടെ ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണെന്ന് പറയാനും പറ്റും. ഈ ഒരു ഇതിന്, അതായത് ഡബ്ല്യൂന്ന് നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു ഒരു സബ്സ്പേസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ആണെന്നില്ലേ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെന്ന് പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, whenever the theorem alpha in theorem 4 exists, it is called orthogonal projection beta on W. അപ്പോ ഈ തിയറം 4 എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന് ഒരു വീലുള്ള ഏതൊരു വെക്ടേഴ്സ് ചൂസ് ചെയ്ത ഏതൊരു വെക്ടേഴ്സ് വി ചൂസ് ചെയ്താലും അതിലെ എല്ലാ ഡബ്ല്യുവിന്റെ മേലെ ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ബീറ്റ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോ അതിന് ഒരു ഇഫ് എവരി വെക്ടേഴ്സ് ഇൻ വി ഹാസ് ആൻ ഓർത്തോഗണൽ പ്രൊജക്ഷൻ W, the mapping assigned to each vectors V, its orthogonal projection on W is called orthogonal projection of V on W. അതാണ് പറയുന്നത്, ഏതൊരു വെക്ടർ വി ഓർത്തോഗണൽ പ്രൊജക്ഷൻ W ഉണ്ടെങ്കിലും അതിന് ഒരു മാപ്പ് ചെയ്യാം. അതായത് നമ്മളൊരു മാപ്പ് വിന്നൊരു ഡബ്ല്യൂക്ക് ഒരു മാപ്പിംഗ് ചെയ്താല് ആ വിയിലുള്ള എല്ലാ പ്രൊജക്ഷനും ഓർത്തോഗണൽ പ്രൊജക്ഷൻ W എന്ന് പറയുന്നതും വിയും ഡബ്ല്യൂക്ക് മേലെയുള്ള ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ വിയിൽ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ആ ഡെഫിനിഷനിൽ പറയുന്നത്. മനസ്സിലായോ എന്താ ഓർത്തോഗണൽ പ്രൊജക്ഷൻ? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ടുമുമ്പ് ബെസ്റ്റ് അപ്രോക്സിമേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബെസ്റ്റ് അപ്രോക്സിമേഷൻ പറ്റി ഞാൻ ഇവിടെ പറയുന്നത് അത് തന്നെയാണ് ഈ ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എന്താ സംഭവം മനസ്സിലാവണമെങ്കിൽ എല്ലാവരും എണീറ്റിട്ട് നിങ്ങളെ വീടിന്റെ നിങ്ങളിപ്പോൾ ഉള്ള റൂമിന്റെ ഒരു മൂലക്ക് പോയി നിൽക്കുക. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താണ് ഈ സംഭവം.
നിങ്ങൾ ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ റൂമിന്റെ ഒരു 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 അറ്റെടുക്കുക, ഒരു മൂല എടുക്കുക, താഴെ ഒരു മൂന്നും കൂടി ജംഗ്ഷൻ ഉണ്ട് അതല്ലേ, എക്സ് വൈ ആക്സസ് ചെയ്ത് കൂടെ നമുക്ക് അവിടെ വരച്ചൂടെ? മനസ്സിലാവണ്ട പറയുന്നത് എന്താണ്? നിങ്ങളിപ്പം ഇവിടെ നിങ്ങൾ റൂമിന്റെ ഒരു ഭാഗത്തുള്ള ഒരു മൂല എടുക്കുക, താഴ്ഭാഗം എടുക്കുക. അവിടെ അതാണ് നിങ്ങളെ ഒറിജിൻ. ഞാൻ ആർപി സ്പേസാ പറഞ്ഞു, അതാണ് നിങ്ങളെ ഒറിജിൻ. പറഞ്ഞ മനസ്സിലായോ? നമ്മളിപ്പോ അപ്പം ആ ഒരു മൂലയിൽ നിന്ന് താഴെ കൂടെ നിങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് താഴെ ഒരു ഭാഗത്തേക്കും മറ്റു ഭാഗത്തേക്കും പോകുന്നതാണ് എക്സ് ആൻഡ് വൈ ആക്സസ്. നേരെ മുകളിലേക്ക് പോകുന്ന ചുമരിന്റെ ഭാഗം ആ മൂലയാണ് ശരിക്കും എന്താ പറയാ നിങ്ങളെ ഇസഡ് ആക്സസ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലാവണേ പറയുന്നത് എന്താണ്? മനസ്സിലാവുന്നുണ്ട് സർ. എന്നിട്ട് നിങ്ങൾ ഒരു പോയിന്റിൽ നിൽക്കുക, കുറച്ച് ഇങ്ങോട്ട് ആ മൂലയിൽ നിന്ന് കുറച്ച് മാറി ഇവിടേക്ക് കുറച്ചും കൂടെ നിൽക്കുക. ഓക്കെ, നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരിക്കുക, എന്താ ചെയ്യാ, നിൽക്കുക നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആ ഒറിജിൻ, ആ പോയിന്റ് നിങ്ങളെ കാല് വരെ വരുന്ന ഒരു വെക്ടറാണ്. ഓക്കെ, ആ ഒറിജിൻ ആ മൂലയിൽ നിങ്ങളെ കാലിലേക്കുള്ള ഒരു വെക്ടറാണ്. അതിന് നിങ്ങൾ ആൽഫ എന്ന് എടുക്കുക. ഓക്കെ, അതിന് നിങ്ങൾ ആൽഫ എന്ന് എടുക്കുക. ആ മൂലയിൽ നിന്ന് നിങ്ങളെ തലയിലേക്ക് വരുന്ന, കറക്റ്റ് തലയിലേക്ക് വരുന്ന ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വെക്ടർ നിങ്ങൾ ബീറ്റ എന്ന് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പറയാം, വീടിന്റെ നിങ്ങളിപ്പോ എവിടെയാ ഏത് റൂമിലായിരിക്കും വെച്ചാൽ റൂമിലെ ഒരു മൂല ഒരു സൈഡ് ഫിക്സ് ചെയ്യുക. താഴ്ഭാഗം ആ മൂന്നും കൂടിയ ഭാഗം താഴ്ഭാഗം നിങ്ങൾ ഒറിജിൻ ആയിട്ട് കണക്കാക്കുക. നമ്മളിപ്പോൾ 3 ഡയമെൻഷണൽ സ്പേസിലായിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ മൂല നേരെ മുകളിലോട്ട് പോകുന്ന ആ ഒരു വര, അതാണ് നിങ്ങളെ എന്താ പറയാ ഇസഡ് ആക്സിസ്. ഇടത്തോട്ടും വലത്തോട്ടും പോകുന്ന 2 ആക്സിസ് ഉണ്ട്, ആ വരകള് എക്സും വൈയും. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒറിജിന് നമ്മളിപ്പോ താഴെയുള്ള സ്പേസ് ആണ് നമ്മൾ ഡബ്ല്യു, താഴെയുള്ള സ്പേസ് ഡബ്ല്യു, എക്സ് വൈ പ്ലെയിൻ ഡബ്ല്യു. ആ സ്പേസിൽ ഒരു വെക്ടറാണ് ഞാൻ പറയുന്നത് ആൽഫ. അതായത് നിങ്ങളെ കാല് തൊടുന്ന, നിങ്ങളുടെ കാലിന്റെ ടോപ്പ് ടിപ്പ് വരെ വരുന്ന ആ ഒറിജിന് വരുന്ന വെക്ടറാണ് ആൽഫ. ഓക്കെ, നിങ്ങൾ നിൽക്കുമ്പോൾ ആ ഒറിജിന് എയർ കൂടെ നേരെ നിങ്ങൾ തലയിലേക്ക് വരുന്ന നേരെ വെക്ടർ ഉണ്ട്, ആ വെക്ടറാണ് ബീറ്റ. ഓക്കെ, ആ വെക്ടറാണ് ബീറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹണ്ണിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വി എന്നൊരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എടുക്കുക, അതിന്റെ ഒരു സബ് സ്പേസ് ഡബ്ല്യു എടുക്കുക. അപ്പൊ നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് വി എന്ന് പറഞ്ഞാൽ R3 ആണ്. ഇപ്പം ഓക്കെ, 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. നമ്മുടെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന നമ്മളെ എക്സ് വൈ പ്ലെയിൻ ആണ്. നിങ്ങൾ നിൽക്കുന്ന ആ പോർഷൻ, ആ ഒരു ഭാഗമാണ്, താഴെ ഭാഗമാണ് എക്സ് വൈ പ്ലെയിൻ. അപ്പൊ നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടുന്ന ആ വെക്ടർ, അതിനൊരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന വെക്ടർ ഏതാ? ഈ താഴെ കിടക്കുന്ന ഈ ആൽഫയാണ്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ആ കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്ന് പറയാം, ഈ നിങ്ങളെ നെറ്റിയിലേക്ക് ആ ഒറിജിന് ചൂണ്ടി വരുന്ന ആ വെക്ടർ ബെസ്റ്റ് അപ്രോക്സിമേഷൻ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ കാലിലേക്ക് മുട്ടുന്ന ആ വെക്ടറാണ്, ആ ഒറിജിന് വരുന്ന വെക്ടറാണ് എക്സ് വൈ പ്ലെയിനിലുണ്ട്. അപ്പം ഈ ബീറ്റ എന്ന വെക്ടർ, നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടുന്ന ആ ബീറ്റ എന്ന വെക്ടറിന്റെ ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ആ താഴെ നിങ്ങളെ കാലിലേക്ക് വന്ന് തൊടുന്ന എക്സ് വൈ പ്ലെയിനിൽ തൊടുന്ന, നിങ്ങൾ നിൽക്കുന്ന നിലത്ത് തൊടുന്ന എക്സ് വൈ പ്ലെയിനിൽ തൊടുന്ന ആ വെക്ടറാണ് നിങ്ങളെ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഓഫ് ബീറ്റ. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ നേരെയല്ലേ നിൽക്കുന്നത് അല്ലെ? നേരെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ എക്സാക്ട്ലി താഴെ നിൽക്കുന്ന ആ സ്പേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നെറ്റി മുതൽ താഴെ ആ കാല് വരെയുള്ള ആ ഡിസ്റ്റൻസ്, അതാണ് ഈ നോം ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത്. ആ ബീറ്റ നിങ്ങളാണ് ശരിക്കും ബീറ്റ മൈനസ് ആൽഫ എന്ന വെക്ടർ. അതിന്റെ നോം എന്ന് പറയുന്നത് നിങ്ങളെ ഹൈറ്റ് ആണ്, ആ ഡിസ്റ്റൻസ് ആണ്, ആ ലെങ്ത് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ലെങ്ത് ആണ്. അപ്പൊ നിങ്ങൾ ഈ ആൽഫ താഴെ വരച്ചിട്ട് നിങ്ങളെ വലത്തെ കൈ ഒന്ന് നീട്ടി വെക്കുക ഒരു ഭാഗത്തേക്ക്. ഓക്കെ, എന്നിട്ട് നിങ്ങളെ ആ നേരത്തെ പറഞ്ഞ ആ ഒറിജിൻ നിങ്ങളെ കയ്യിലേക്ക് ഒരു വെക്ടർ കണക്കാക്കുക. വെക്ടർ കണക്കാക്കുക. ഓക്കെ, അപ്പം ആ ഒറിജിൻ നിങ്ങളെ കയ്യിലേക്കുള്ള വെക്ടറും അത് ഗാമയായിട്ട് കൺസിഡർ ചെയ്യാം.
നമ്മളിതിൽ പറയുന്നുണ്ട് നിങ്ങൾ നോൺ ബീറ്റ മൈനസ് ആൽഫ എപ്പോഴും ലെസ് ദാൻ ഈക്വൾ ടു നോൺ ബീറ്റ മൈനസ് ഗാമ ആയിരിക്കണം ഫോർ എനി ഗാമ ഇൻ സ്പേസ്. സ്പേസിലുള്ള ഏത് ഗാമ എടുത്താലും സോറി ഗാമ ഇല്ല, ഗാമ എവിടെ എടുക്കുന്നത് നമ്മൾ ഗാമ ഇസ് ഇൻ ഡബ്ല്യു അല്ലേ? ഗാമ ഇസ് ഇൻ ഡബ്ല്യു. അതെ, തിയറത്തിൽ അതായത് താഴെ എടുക്കണം, സോറി കയ്യിൽ എടുക്കണം, നിങ്ങൾ താഴെ എടുക്കണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ നിങ്ങളാണ് ആ ബീറ്റ മൈനസ് ആൽഫ എന്ന വെക്ടർ, നിങ്ങളെ ലെങ്ത് ആണ് നോൺ ബീറ്റ മൈനസ് ആൽഫ. ഓക്കെ, നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടുന്ന വെക്ടർ ആണ് ബീറ്റ. അപ്പൊ ആ ബീറ്റ എന്ന വെക്ടറിന്റെ ഒരു എന്താ പറയാ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് നിങ്ങൾ താഴെ നിങ്ങൾ നേരെ കാലിന് കിടക്കുന്ന ആ വെക്ടർ ആൽഫ. ഓക്കെ, നിങ്ങൾക്ക് ഇനി വേറെ രീതിയിലും കാണാം. ഇപ്പൊ ഇവിടെ പറഞ്ഞു അത് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണെന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ വെക്ടർ നിങ്ങൾ തലയ്ക്ക് ചൂണ്ടി നിൽക്കുന്ന ആ വെക്ടർ നേരെ താഴോട്ട് എടുത്തിടുകയാണെങ്കിൽ, നേരെ നിങ്ങൾ എക്സ് ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ നേരെ ആൽഫന്റെ മുകളിലേക്കല്ലേ പോയി വീഴുക അല്ലേ? അതുകൊണ്ട് അതിന് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ബീറ്റ ടു ആൽഫ. വി ആർ ഡൂയിങ് സംതിങ് ലൈക്ക് നമ്മൾ ഒരു പ്രൊജക്ഷൻ ചെയ്യണം. അത് ആ ബീറ്റ എന്ന വെക്ടർ നേരെ നിങ്ങൾ അടിച്ച് താത്തി നേരെ, അതായത് പെർപെൻഡിക്കുലർ അടിച്ച് താത്തുമ്പോൾ എവിടെയൊക്കെ പോവാ, നേരെ ആൽഫന്റെ മുകളിലേക്ക് പോയി വീഴും. അതുകൊണ്ടാണ് ആൽഫനെ നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ബീറ്റ എന്ന് വിളിക്കുന്നത്, ഓൺ ടു ദ സ്പേസ് ഡബ്ല്യു. പിന്നെ നിങ്ങൾ ഈ ആൽഫനെ മാറ്റി നിങ്ങൾ നെറ്റിയിലേക്കുള്ള വെക്ടർ ബീറ്റ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഈ ആൽഫ കാലിലേക്കുള്ള മാറ്റിയിട്ട് സൈഡിലേക്ക് ഏത് വെക്ടർ എടുത്താലും, ഇപ്പൊ നിങ്ങൾ ഇടത്തെ കാലിൽ നിന്ന് കുറച്ച് സൈഡിലേക്ക് നീക്കി വെക്കുക, എന്നിട്ട് ആ ഇടത്തെ കാലിലേക്ക് പോകുന്ന ആ വെക്ടറും നിങ്ങൾ നെറ്റി തമ്മിലുള്ള ഡിഫറൻസും എന്തായാലും നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ വരുന്ന ആ ഒറിജിൻ നിങ്ങളെ കാലിലേക്ക് വരുന്ന വെക്ടറിന്റെ ആ ഡിഫറൻസിനെക്കാട്ടും വലുതായിരിക്കും അല്ലെ? നിങ്ങൾ ഇടത്തേക്കാലോ വലത്തേക്കാലോ കുറച്ച് നീക്കി വെക്കുക, എന്നിട്ട് ഒറിജിന് നിങ്ങളെ ഇടത്തെ കാലിലേക്കോ വലത്തെ കാലിലേക്കുള്ള വെക്ടറിനെ ഗാമ എന്ന് വിളിക്കാം. ആ വെക്ടറിനും നിങ്ങളെ നെറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസും നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ നിങ്ങളെ ഇടത്തെ കാലിന് മുകളിലോട്ട് വരുന്ന ഡിസ്റ്റൻസും വ്യത്യാസം ഉണ്ടാവും. അതിൽ ഏറ്റവും ചെറുത് നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ ആ വെക്ടറിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് വേണേൽ അളന്ന് നോക്കാം, നിങ്ങൾ വേണേൽ ചെറുതായി ചെയ്ത് നോക്കും, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ ശരിക്കും ബേസിക്കലി ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ബീറ്റ എന്നൊരു വെക്ടറിനെ നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടി എടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി അതിനെ അടിച്ച് താഴ്ത്തി കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ അടിച്ച് താഴ്ത്തി കഴിഞ്ഞാൽ നേരെ എക്സ് വൈ പ്ലെയിനിൽ അത് പോയി വീഴുന്ന സ്ഥലം, ആ വീഴുന്ന സ്ഥലം നിങ്ങൾ ആ ആൽഫ ആയിരിക്കും. അതാണ് ആ ആൽഫയെ നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ബീറ്റ ഓൺ ടു ഡബ്ല്യു എന്ന് പറയുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി. അത് എനിക്ക് നിങ്ങൾ ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞേക്കാം, എന്നാലും കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട്. കാരണം നിങ്ങൾ ഒറിജിൻ എടുക്കുന്ന മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. ഒറിജിൻ എടുക്കുന്ന മനസ്സിലായി. കുറച്ച് വിട്ട് നിൽക്കുക, നിങ്ങളെ കാലിലേക്ക് വരുന്ന വെക്ടർ, കാല് വരെ വരുന്ന ആ വെക്ടറിന് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ആ ഒറിജിൻ ഇങ്ങോട്ട് വരുന്ന വെക്ടറിന് ആൽഫ എന്ന് വിളിക്കുക. നിങ്ങൾ നേരെയാണ് നിൽക്കുന്നത്, നിങ്ങൾ നെറ്റിയിലേക്ക് ആ ഒറിജിന് നേരെ ചൂണ്ടി വരുന്ന വെക്ടർ, നിങ്ങൾ നെറ്റിയിലേക്ക് വരുന്ന വെക്ടറാണ് ശരിക്കും. അത് സ്പേസ് കൂടെ വരുന്നത്, അത് നേരെ മുകളിൽ കൂടെ, മറ്റു താഴെ കൂടെ നമ്മൾ നിലത്ത് കൂടെ ഇങ്ങനെ നിങ്ങൾ കാലിന്റെ അടുത്തേക്ക് വരികയാണ്, മറ്റു നേരെ സ്പേസ് കൂടെ നേരെ നെറ്റിയിലേക്ക് വരികയാണ്. അതിനെ ബീറ്റ എന്ന് എടുക്കുക. അപ്പൊ ഈ ബീറ്റ എന്ന വെക്ടറിന്റെ ബെസ്റ്റ് അപ്രോക്സിമേഷൻ താഴെ കിടക്കുന്ന എക്സ് വൈ പ്ലെയിൻ, നമ്മൾ നിൽക്കുന്ന സ്ഥലം, ആ അതാണ് നമ്മളെ ഡബ്ല്യു, അവിടെ ഉള്ള ഒരു വെക്ടറാണ്. ആ ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഡബ്ല്യൂയിലേക്കുള്ള ആ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആള്, ആ രീതിയിൽ വേണം പറയാം. ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീറ്റനെ നേരെ അടിച്ച് താത്തി കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടറാണ്. നേരെ അടിച്ച് താത്തണം, ഓർത്തോഗണൽ ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ, നിങ്ങൾ നിൽക്കുന്ന ആ ഇതിൽ അടിച്ച് താത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആ വെക്ടറാണ് അതിന്റെ ഈ ബീറ്റ എന്ന വെക്ടറിന്റെ ബെസ്റ്റ് അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ഓർത്തോഗണൽ പ്രൊജക്ഷൻ. ഓക്കെ, അതാണ് ശരിക്കും ഇതിനെക്കൊണ്ടുള്ള 3 ഡയമെൻഷണൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റ്. എന്ത് സംശയം ചോദിക്കും നിങ്ങൾ? അപ്പൊ നിങ്ങൾ സംശയം ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് മനസ്സിലായണ്ടോ ഞാൻ പറഞ്ഞത് എന്താണ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ എന്താണ്? കൊറേയൊക്കെ മനസ്സിലായി സാർ. 3 ഡയമെൻഷൻ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ക്ലാസ് ഉണ്ടോ ഈ സമയത്ത്? ഇല്ലല്ല. ഓക്കെ, then you continue. നെക്സ്റ്റ് ഒരു റിമാർക്കാണ് പറയുന്നത്. ബൈ ദ തിയറം 4, ഈ തിയറം 4 യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ റിമാർക്കും പറയുന്നത്. ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഓൺ ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ്സ്പേസ് ഓൾവേസ് എക്സിസ്റ്റ്.
അതായത് ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ഇന്നർ പ്രൊഡക്റ്റിന്റെ ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷന് അത് എപ്പോഴും എന്തായിരിക്കും, ഫൈനൈറ്റ് ഡയമെൻഷൻ സബ്സ്പേസിന് എക്സിസ്റ്റ് ചെയ്യും. അതാണ് ആ റിമാർക്ക് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കൊറോളറിയാണ്. ഈ കൊറോളറി നമ്മളിപ്പോ പറഞ്ഞ വെച്ചിട്ട് ഏത് വെക്ടർ അതിനെ എടുത്താലും നമുക്ക് അതിനെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ കാണാം താഴെ അല്ലേ? അത് നേരെ അങ്ങോട്ട് താഴ്ത്തി പ്ലെയിനിലേക്ക് ഇട്ടാൽ കിട്ടും. ഓക്കെ, ഇനി എന്താ യു ക്യാൻ പ്രൂവ് ദ കൊറോളറി. എന്താ കൊറോളറി പറയുന്നത്? Let V be an inner product space. W is a finite dimensional subspace. അതായത് വി അറിയുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ വിയുടെ ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു സബ്സ്പേസ് ആണ് ഡബ്ല്യു. ആൻഡ് ഇ ഈസ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു. ഇ അറിയുന്നത് വിക്ക് ഡബ്ല്യുക്കും മേലുള്ള ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വിക്ക് നമുക്ക് എന്താ പറയാ, ദെൻ ദ മാപ്പിംഗ് ബീറ്റ ടെൻസ് ടു ബീറ്റ മൈനസ് ഇ ബീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു പെർപ്പ് ആണെന്ന് പറയണം. അപ്പോ വിക്ക് ഡബ്ല്യു പെർപ്പിന് മേലുള്ള ഓർത്തോഗണൽ പ്രൊജക്ഷൻ മാപ്പിംഗ് ആണ് ബീറ്റ ടു ബീറ്റ മൈനസ് ഇ ബീറ്റ എന്നുള്ളത്. ഒരു എന്ന ഈ ഫോമിലായിരിക്കും എന്ത് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഈ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ പ്രൂഫ് പറയാണ്. കൊറോളറി മനസ്സിലായോ സ്റ്റേറ്റ്മെന്റ്? ഹലോ, സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ ഒന്ന് പറയോ? Okay. Let V be an inner product space. W is a finite dimensional subspace and E the orthogonal projection of V on W. V എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ V ഫൈനൈറ്റ് ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു സബ്സ്പേസ് ആണ് W. അപ്പൊ നമുക്ക് എന്ത് പറയണം, ഈ അറിയുന്ന വിക്കും ഡബ്ല്യൂയുടെ മേലുള്ള ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണ് എന്ന് പറഞ്ഞു. Then the mapping beta to beta minus e beta is a orthogonal projection of V on W perp. അതെന്താന്ന് വെച്ചാല് വിക്ക് ഒരു ഡബ്ല്യു പെർപ്പിൻക്ക് മേലുള്ള ഓർത്തോഗണൽ പ്രൊജക്ഷന്റെ മാപ്പിംഗ് ആണ് ബീറ്റ ടു ബീറ്റ മൈനസ് ഇ ബീറ്റ. ഈ ഫോമിലാണ് അത് പെർപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ബീറ്റ ടു ബീറ്റ മൈനസ് ഇ ബീറ്റ എന്നുള്ള ഫോമിക്കാണ് നമുക്ക് പെർപ്പ് കണ്ടുപിടിക്കേണ്ടത്. അത് പ്രൂഫ് പറയുമ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായിട്ടുണ്ടോ? ഈ ബീറ്റ ടു ബീറ്റ മൈനസ് ഇ ബീറ്റ എന്നുള്ളത് പ്രൂഫ് പറയുമ്പോൾ മനസ്സിലാവും. ശരിക്കും ഈ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു പറഞ്ഞാൽ എന്താ? ശരിക്കും ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു പറഞ്ഞാല് വിയിലുള്ള ഏത് വെക്ടറിനെയും ഡബ്ല്യുക്കും വിക്കും ഉള്ളൊരു ഡബ്ല്യുടെ ഉള്ള ഒരു പ്രൊജക്ഷൻ ആണ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ. വിയിലുള്ള ഏത് വെക്ടറിനെയും അതിന്റെ കറസ്പോണ്ടിങ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ഡബ്ല്യൂയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിങ്ങിനെയാണ് നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ബീറ്റ നിങ്ങൾ താഴെ കിടക്കുന്ന ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു മാപ്പിങ്ങിനാണ് നമ്മൾ എന്ത് പറയാ, ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യൂ. അതായത് അതിൽ പറയുന്നുണ്ട്, ഇഫ് എവറി വെക്ടർ ഇൻ വി ഹാസ് എൻ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ഡബ്ല്യൂ, ദ മാപ്പിംഗ് ദാറ്റ് അസൈൻസ് ടു ഈച്ച് വെക്ടർ ഇൻ വി ഇറ്റ്സ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ഡബ്ല്യൂ ഇസ് കോൾഡ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യൂ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നെറ്റിയുള്ള വെക്ടറിനെ അടിച്ച് താഴോട്ട് ഇടുന്ന ഒരു പ്രൊജക്ഷൻ, ഒരു മാപ്പിംഗ് ഉണ്ട്. അത് ഒരു എഫ് ഓഫ് ആ വെക്ടറിന് എഫ് ഓഫ് ഒരു 3 ട്രിപ്പിൾ അല്ലേ, എന്തെങ്കിലും ഒരു വാല്യൂ, ആ എഫ് ഓഫ് ആ എ ബി സി കാണുമ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള വെക്ടർ കിട്ടും. ആ എഫിനാണ് നമ്മൾ ശരിക്കും ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു എഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാപ്പിംഗാണ് നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ശരിക്കും വി ഇസ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ഡബ്ല്യു എ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ്. ഡബ്ല്യു ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണ് അങ്ങനെയെങ്കിൽ, ആൻഡ് ഇ ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു. അപ്പൊ അങ്ങനെ ബീറ്റയെ താഴെ കിടക്കുന്ന എലിമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്ഷൻ ആണ് ഇ, ഇതൊരു ഫംഗ്ഷൻ ആണ് ഇ. അങ്ങനെയെങ്കിൽ ബീറ്റയെ മൈനസ് ഇ ബീറ്റയിലേക്ക് മാപ്പ് ചെയ്യുന്നത്, അത് ബീറ്റ മൈനസ് ഇ ബീറ്റ പറഞ്ഞാൽ സം ഫൈ ഓഫ് ബീറ്റ ഈസ് ബീറ്റ മൈനസ് ഇ ബീറ്റ. ഏതൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫൈ ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് ഇ ബീറ്റ ആണ്. ആ ഫൈ ഈസ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു പെർ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ഡബ്ല്യു ഓൺ ടു വി ഓൺ ടു ഡബ്ല്യു പെർ ആയിരിക്കും എന്നാണ് പറയുന്നത്.
നമുക്കിപ്പോ നമ്മൾ മുകളിൽ ഓൾറെഡി ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു പറഞ്ഞു. ഈ ഡബ്ല്യു പെർപ്പിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് പറയുന്നത്. പക്ഷെ ഇതിവിടെ നിങ്ങൾ വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ഞാൻ ഡെഫിനേഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, പ്രശ്നം ഞാൻ ഒന്ന് പറയാം. ഓക്കെ. നമുക്ക് മനസ്സിലായിട്ട് നോക്കൂ. നമ്മള് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിൽക്കുമ്പോ ഒരു വെക്ടർ ഇല്ലേ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ നിൽക്കുകയാണ്, താഴെയാണ് നമ്മൾ ഡബ്ല്യു. ഓക്കെ, താഴെയുള്ള ഓക്കെ സർ. സ്പേസ് ആണ് ഡബ്ല്യു. ഓക്കെ, അതിന് ഡബ്ല്യു പെർപ്പ് എന്താ? താഴെ നിൽക്കുന്ന സ്പേസ് ആണ് ഡബ്ല്യു. ഡബ്ല്യു പെർപ്പ് എന്താ? മുകൾക്കുള്ള എന്താ ഡബ്ല്യു പെർപ്പ്? എന്തായിരിക്കും ഡബ്ല്യു പെർപ്പ്? നിങ്ങൾ പറയും. എത്ര പേര് ഇപ്പൊ ക്ലാസ്സിലുണ്ട്? പെർപെൻഡിക്കുലർ അതിന് മുകൾക്കുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതല്ലേ വരും? അല്ല, ചോദിച്ചത് എത്ര എല്ലാവരും കുറെ പേര് ക്ലാസ്സിലുണ്ടോ? എല്ലാവരും ഉണ്ടോ? 9 പേരും. ഓക്കെ, ഇപ്പൊ നിർത്തണോ? നാളെ ഡിസ്കസ് ചെയ്യണോ? ഈ 9 പേരിൽ 3 പേര് ക്രിസ്ത്യനല്ലേ? 9 പേരിൽ 2 പേര് ഞാനും 3 പേര് ക്രിസ്ത്യനാന്ന് തോന്നുന്നു അല്ലേ? 2 പേര് ക്രിസ്ത്യനായിരിക്കും, 4 പേര് ഞങ്ങൾ തന്നെയാണ്. ബാക്കി 5 പേരേ ഉള്ളൂ അല്ലേ? ഐശ്വര്യ, അനീഷ, ആര്യ, ഐശ്വര്യ, ഫർസാന, ജിൻഷ. അല്ല, 5 പേരല്ലല്ലോ. 1 2 3 4 5 6 7 8 9 പേര്. ഓക്കെ, എന്താ ഇത് കണ്ടിന്യൂ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യണോ അതോ നാളെ കണ്ടിന്യൂ ചെയ്യണോ? കുറച്ച് പേരില്ല, കാരണം ഞാൻ പറഞ്ഞ സമയത്തിൽ അധികം ആയതുകൊണ്ട് എനിക്കറിയാം. 11:47 ആയിട്ട്. യു വാണ്ട് ടു കണ്ടിന്യൂ ടുഡേ ഓർ വിൽ കണ്ടിന്യൂ ടുമോറോ? നോ പ്രോബ്ലം. ഉസ്നൊക്കെ ഇതും ആ എക്സാമ്പിൾസിൽ എടുക്കാനുള്ള അല്ലേ? അതെ, ഈ കൊറോളറി എക്സാമ്പിൾ മാത്രമേ. ഓക്കെ, കാരണം എന്താ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി തരാൻ പിന്നെ ഞാൻ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതാ പറയുന്നത്. അതുപോലെ നാളെ നമുക്ക് കാര്യം നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കാരണം ഇപ്പോൾ ഓൾറെഡി ഇപ്പൊ 12 മണിയായി, നമ്മൾ 10:30 തുടങ്ങിയല്ലേ. ഇതില് നാളെ എടുക്കുന്ന ആരാ ശരിക്കും? ഈ ഹുസ്നന്റെ പോർഷൻ കഴിഞ്ഞ് എടുക്കുന്ന ആരാണ്? ജിനിഷ. ജിൻഷ. ജിൻഷ എടുക്കുന്ന തിയറം 5 ആണോ? അതെ. ഓക്കെ, പിന്നെ എടുക്കുന്ന ആരാ? പിന്നെ എടുക്കലുണ്ടാവില്ല, നീതു ആണ്. അവള് നീതു ആണ് ഡെലിവറി എടുക്കുന്നത്. കഴിഞ്ഞു. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ അത് രണ്ടെണ്ണം ഉള്ളു, കൊറോളറി രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ ഓക്കെ. ജിൻഷ പ്രിപ്പയർ ചെയ്തോ? തിയറം 5 പ്രിപ്പയർ ചെയ്തോ? എനിക്ക് ഈ സാറി പറഞ്ഞ ഈ ഡെഫിനിഷൻ ഇതൊന്ന് കറക്റ്റ് ആക്കി തന്നാൽ ഓക്കെ നന്നായിരുന്നു. ഓക്കെ. ആ തിയറം 5 തന്നാണ് കൂടുതലും അതെ, പറയുന്നത്. ഞാൻ എന്നാലും ഒരു കാര്യം ചെയ്യാം. നാളെ പറഞ്ഞ ആ, നാളെ എടുക്കണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ എന്തായാലും ഡെഫിനേഷൻ ഈ ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ. ഓക്കെ, കാരണം ഒരുപാട് സമയമുണ്ട്. ജസ്റ്റ് ഇവിടെ എന്താ പറയുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സിൽ ആ ഒരു സ്പേസ് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആവും കാര്യങ്ങൾ. അതായത് നിങ്ങളെ വീടിന്റെ ഒരു പിന്നെ നിങ്ങൾ റൂമിന്റെ ഒരു ആക്ട് എടുക്കുക, താഴെ ഒറിജിനായിട്ട് ഫിക്സ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കുറച്ച് വിൽക്കുക, എന്നിട്ട് നിങ്ങളെ കാലിലേക്ക് വരുന്ന ആ വെക്ടർ ആൽഫയൊക്കെ എടുക്കുക. താഴെയുള്ള ആ സ്പേസ് ആണ് നിങ്ങൾ ഡബ്ല്യു, താഴെ എക്സ് വൈ പ്ലെയിൻ ആണ് നിങ്ങൾ ഡബ്ല്യു. ഓക്കെ, നിങ്ങൾ നെറ്റിയിലേക്ക് വരുന്ന വെക്ടർ ബീറ്റ. അപ്പൊ ബീറ്റ മൈനസ് ആൽഫ കാരണം നിങ്ങളാണ്, നിൽക്കുന്ന നിങ്ങളാണ് ബീറ്റ മൈനസ് ആൽഫ. ആ വെക്ടറാണ്, ആ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ആൽഫയ്ക്ക് വരുന്ന വെക്ടറാണ് നിങ്ങളെ എന്താ പറയാ ബീറ്റ മൈനസ് ആൽഫ. അപ്പൊ ഈ ബീറ്റേന്റെ ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിംഗാണ് നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ബീറ്റ ഓൺ ടു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു എന്ന് പറയുന്നത്. വി എന്ന് പറയുന്ന R3 സ്പേസ് ആണ്. നമ്മൾ ഫുള്ള് ഇപ്പം ഉള്ള 3 ഡയമെൻഷണൽ സ്പേസ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള മൊത്തം. താഴെ നിങ്ങളെ കാലിന് ചോട്ടിലുള്ള ആ ഒരു ഭാഗം നിലമാണ് ശരിക്കും നിങ്ങളെ ഡബ്ല്യു അല്ലെങ്കിൽ R2 എടുക്കുക. അതൊരു സബ് സ്പേസ് ആണല്ലോ. ഓക്കെ, അപ്പം
ഓർത്തോഗണൽ ഇപ്പൊ ബീറ്റേന്റെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ടു ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആൽഫയാണ്, താഴെ കിടക്കുന്ന വെക്ടറാണ്. നേരെ ഓർത്തോഗണൽ ആയിട്ട് കിടക്കുന്ന താഴെ കിടക്കുന്ന വെക്ടറാണ്. അതാണ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ബീറ്റ ഓൺ ടു ഡബ്ല്യു അല്ലെങ്കിൽ ആൽഫ. ഈ തിയറത്തിൽ അല്ലെങ്കിൽ കൊറോളറി എന്താ പറയുന്നത് വെച്ചാല്, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് സർ. ഇവിടെ നല്ല മഴ തുടങ്ങുന്നുണ്ട്, അപ്പൊ വോയിസ് കട്ടാവുന്നേ പറയാം. പറയൂ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സർ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ കൊറോളറി എന്താ പറയുന്നത് വെച്ചാല്, വി ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എടുക്കുക. അപ്പൊ അതിനുമ്പ് ഒരു കാര്യം ചോദിക്കുക, താഴെയുള്ള സ്പേസ് നിങ്ങൾ ഡബ്ല്യു ആണെങ്കിൽ അതിന് ഡബ്ല്യു പെർപ്പ് എന്താ വരിക? ഡബ്ല്യു പെർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള വെക്ടേഴ്സിനോട് എന്താ പറയാ ഓർത്തോഗണൽ ആയിട്ടുള്ള എല്ലാ വെക്ടേഴ്സും ഡബ്ല്യു പെർപ്പിൽ വരും. ഓക്കെ, താഴെ കിടക്കുന്ന വെക്ടേഴ്സ് പറഞ്ഞാൽ നിങ്ങളെ പ്ലെയിനിൽ താഴെ നിങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്ത് ഉള്ള ആ നിലത്തിലുള്ള വെക്ടേഴ്സ് ആണ് ഡബ്ല്യൂയിലെ വെക്ടേഴ്സ്. അതിന് ഡബ്ല്യു പെർപ്പ് എന്ന് പറയുമ്പോൾ ആ വെക്ടേഴ്സിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് ഡബ്ല്യു പെർപ്പിൽ വരിക. അപ്പൊ ആ സ്പേസ് എങ്ങനെയാണ് ഉണ്ടാവുക? മുകൾക്ക് പോകുന്ന നമ്മളെ ബീറ്റ അതെ, എടുക്കുന്ന നമുക്ക് നിങ്ങൾ നിൽക്കുന്ന പോലത്തെ ഒരുപാട് വെക്ടേഴ്സ് ഉണ്ടാവും അല്ലെ? നിങ്ങൾ നിൽക്കുന്ന പോലെ ഇപ്പൊ ഒരാൾ നിൽക്കുക, അപ്പുറത്ത് ജിനിഷ നിൽക്കുക, ആ സ്ഥലത്ത് ഉഷ്ണ നിൽക്കുക, നിൽക്കുമ്പോൾ ആ മോൾട്ട് വരുന്ന ആ വെക്ടേഴ്സ് ഒക്കെ ഡബ്ല്യു പെർപ്പിൽ ഉണ്ടാവും. ആ വെക്ടേഴ്സ് എടുത്ത് നിങ്ങൾ ആ വെക്ടേഴ്സ് എല്ലാം ഈ വെക്ടേഴ്സിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് നിങ്ങൾ അതിന് ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ 0 ആയിരിക്കും. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ 0 ആയിരിക്കും. അപ്പൊ ഇവിടെ എത്ര പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഡബ്ല്യു പെർപ്പ് എങ്ങനെ ഉണ്ടാവുക? നമ്മൾ നിൽക്കുന്ന ആ സ്പേസ്, ഓക്കെ, പെർപെൻഡിക്കുലർ ടു താഴെയുള്ള സ്പേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ താഴെ നിങ്ങൾ എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്പേസ് വരുമ്പോൾ എന്താ വരിക ശരിക്കും? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സർ ഇപ്പൊ പറഞ്ഞോളൂ. എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നുണ്ട്, പറയൂ. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയില്ല. ഇസഡ് ആക്സിസ്, അതെ, ഇസഡ് ആക്സിസിലെ വെക്ടേഴ്സ് ഒക്കെ ഇസഡ് ആക്സിസിൽ ഇപ്പൊ ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞ ആ വെക്ടർ അതൊക്കെ പെർപെൻഡിക്കുലർ ടു ഈ സ്പേസ് ഡബ്ല്യു പെർപ്പിൾ എലിമെന്റ് ആണ് അല്ലെ? അതൊക്കെ ഡബ്ല്യു പെർപ്പിൾ എലിമെന്റ് ആണ്. ഇസഡ് ആക്സിസ് നമ്മള് ഇസഡ് ആക്സിസ് തന്നെ ഉണ്ടല്ലോ, അതൊരു വെക്ടർ ആണല്ലോ മുന്നോട്ട് പോകുന്നത്. ആ വെക്ടർ പറഞ്ഞാൽ താഴെയുള്ള വെക്ടറിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ അല്ലേ? താഴെ ഡബ്ല്യു പറഞ്ഞ സ്പേസ് ഉള്ള നിങ്ങളെ എക്സ് വൈ പ്ലെയിനിലുള്ള ഏത് വെക്ടർ എടുത്താലും പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ അത് ഡബ്ല്യു പെർപ്പിൾ എലിമെന്റ് ആണ്, അത് ഡബ്ല്യു പെർപ്പിൾ എലിമെന്റ് ആണ്. അങ്ങനെ അപ്പൊ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പൊ നമുക്ക് ശരിക്കും ഇതിപ്പോ യൂക്ലിഡ് സ്പേസിൽ നമുക്ക് വൃത്തിയിൽ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇൻ ജനറൽ ഇപ്പൊ പോളിനോമിയൽ സ്പേസ് അവിടെയൊക്കെ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ ഇന്നർ പ്രൊഡക്റ്റ് നോഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേ ഒരു ടെർമിനോളജിയാണ് അവിടെ പോകുന്നത്, യൂസ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവിടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന വരില്ല. പക്ഷെ ഇത് എല്ലാ സ്പേസിലും ഇത് വർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു തിയറിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ ഈ RL മാത്രം പറയുന്ന കാര്യമല്ല ശരിക്കും ഇത്. പക്ഷെ RL നമുക്ക് കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാര്യം മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ മറ്റേ സ്പേസിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ശരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബി ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്, ഡബ്ല്യു ഫൈനൽ ഡയമെൻഷൻ സബ് സ്പേസ് ആണ്. നിങ്ങൾ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ R3 മൊത്തം കാണാം, നിങ്ങളെ മൊത്തം റൂം നിങ്ങളുടെ റൂമും ആ ഭാഗത്തേക്ക് വിഭാഗത്തേക്ക് എല്ലാം നിങ്ങൾ R3 സ്പേസ് ആണ്. ഓക്കെ, പിന്നെ കാണേണ്ടത് എന്താ വെച്ചാല് ഡബ്ല്യു ഇസ് എ ഫൈനൽ ഡയമെൻഷൻ സബ് സ്പേസ്. താഴെ നിങ്ങൾ കാണാം ഡബ്ല്യു, താഴെ നമ്മൾ നിൽക്കുന്ന ഭാഗം ഞാൻ പറഞ്ഞ നിലം, അത് ഡബ്ല്യു ആയിട്ട് കാണാം. ആൻഡ് ഇ ഇസ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു. അതായത് ഇ ഇസ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു എന്നാൽ വിയിലുള്ള ഏത് വെക്ടറിനെയും ഡബ്ല്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന, ഓർത്തോഗണലി പ്രൊജക്ട് ചെയ്യുന്ന ആ മാപ്പിങ്ങിനാണ് നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നെറ്റിയിലേക്ക് വരുന്ന ബീറ്റന്റെ ഇ ഓഫ് ബീറ്റ കണ്ട നിങ്ങൾക്ക് താഴെയുള്ള ആൽഫ കിട്ടും. മനസ്സിലായോ? ഇ ഓഫ് ബീറ്റ കണ്ടാൽ താഴെയുള്ള ആൽഫ കിട്ടും. അതായത് ഇ എന്നൊരു മാപ്പിംഗ് ആണ്, ഒരു ഫംഗ്ഷൻ ആണ്. അത് ബീറ്റനെ ആൽഫയിലേക്ക് മാപ്പ് ചെയ്യും. അതെങ്ങനെയാ മാപ്പ് ചെയ്യുന്നത്? എക്സാക്ട്ലി ഓർത്തോഗണലി താഴോട്ട് എടുത്തിടുകയാണ്. ആ നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടി നിൽക്കുന്ന വെക്ടർ നേരെ അടിച്ച് താഴോട്ട് ആ ഡബ്ല്യു സ്പേസിലേക്ക് അടിച്ചമർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടർ ആൽഫ. അപ്പം ബീറ്റനെ എക്സാക്ട്ലി അതിന്റെ ബെസ്റ്റ് അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ അതിന്റെ ഓർത്തോഗണൽ പ്രൊജക്ഷനിലേക്ക് വിടുകയാണ്. ആ പെർട്ടിക്കുലർ വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ വെക്ടറാണ്, ആ ഫംഗ്ഷനാണ് ഇ. ഓക്കെ, ഇ ഇസ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിയിലുള്ള ഏത് വെക്ടറിനെയും അതിന്റെ അതായത് ഇപ്പൊ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റ എന്ന വെക്ടർ, നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടുന്ന വെക്ടറിനെ താഴെയുള്ള അതിന്റെ ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ പ്രൊജക്ഷൻ ഓർത്തോഗണൽ പെർപെൻഡിക്കുലർ നേരെ അടിച്ച് താത്തി ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിംഗ്, ആ ഫംഗ്ഷൻ ആണ് ശരിക്കും
ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദെൻ ദ മാപ്പിംഗ് phi which maps phi of beta to beta minus e beta. ഈ ബീറ്റ ആരോ മാർക്ക് ഈ ബീറ്റ മൈനസ് ഇ ബീറ്റ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ബീറ്റനെ ഈ ബി മൈനസ് ഇ ബീറ്റയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മാപ്പിംഗ് phi such that phi of beta is equal to beta minus e beta. phi of beta നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതിനെ ബീറ്റ മൈനസ് ഇ ബീറ്റ കിട്ടും. ആ മാപ്പിംഗ് ആണ് ശരിക്കും ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യൂ പർപ്പ്. അതായത് നിങ്ങൾക്ക് ഈ ഡബ്ല്യു എന്ന താഴെ കിടക്കുന്ന സ്പേസ് ഞാൻ പറഞ്ഞു, അതിന് പെർപെൻഡിക്കുലർ ആയി കിടക്കുന്ന സ്പേസ് ആണ് നിങ്ങളെ ഡബ്ല്യു പർപ്പ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാവും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ബീറ്റേനെ ആൽഫയിലേക്ക് താഴ്ത്തിയിടുന്നു അല്ലെ? ഓർത്തോഗണൽ പ്രൊജക്ട് ചെയ്യാൻ ബീറ്റയെ നേരെ ആൽഫയിലേക്ക് താഴ്ത്തിയിടുകയാണ്. അപ്പൊ നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, ആ നിങ്ങളാ ശരിക്കും ബീറ്റ മൈനസ് ആൽഫ. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് അപ്രോക്സിമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീറ്റ മൈനസ് ആൽഫേന്റെ നോമയൊക്കെ ഏറ്റവും ചെറുതുണ്ടാവുക, ഡിസ്റ്റൻസ് ചെറുതുള്ള. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞു ആ നിൽക്കുന്ന നിങ്ങളാണ് ആ വെക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ ആ വെക്ടർ അതായത് ബീറ്റേനെ ആ വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുക. അതായത് ബീറ്റ നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടുന്ന വെക്ടറിനെ നിങ്ങൾ നേരെ നിൽക്കുന്ന നിങ്ങൾ ആ നിങ്ങളുടെ ശരീരഭാഗം ശരിക്കും ഒരു വെക്ടറാണ്. ആ വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിങ്ങിനാണ് ശരിക്കും നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യൂ പർപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടുന്ന ബീറ്റ എന്ന വെക്ടറിനെ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ശരീരം, അതായത് ബീറ്റ മൈനസ് ആൽഫ എന്ന വെക്ടർ, അതിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു മാപ്പിംഗ്, അതിനാണ് നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യൂ പർപ്പ് എന്ന് പറയുന്നത്. അതൊരു ഫൈ ഒരു മാപ്പിംഗ് ആയിരിക്കും, ഫൈ അല്ലെങ്കിൽ എന്ത് വേണം എസ് എന്ന് എടുക്കാം. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കും, ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ നമുക്കത് വിഷ്വലി നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ വേറെ നിവർത്തിയില്ല, പറയാനേ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഡബ്ല്യു സ്പേസ് എടുക്കുക, അതിന് ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടേഴ്സിലെ സ്പേസ് പറഞ്ഞാൽ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടേഴ്സ് ആണ്. ആ വെക്ടേഴ്സ് അടങ്ങുന്ന സ്പേസ് ആണ് ഡബ്ല്യു പർപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, നേരെ വരുന്ന അങ്ങനത്തെ വരുന്ന എല്ലാ വെക്ടേഴ്സും അടങ്ങുന്ന സ്പേസ് ആണ് ഡബ്ല്യു പർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓബിയസ്ലി നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ നെറ്റിയിലേക്ക് ചൂണ്ടുന്ന ആ വെക്ടർ, ഒറിജിനൽ ചൂണ്ടുന്ന ആ വെക്ടറിനെ നിങ്ങളെ രൂപത്തിലുള്ള ആ വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിങ്ങിനാണ് നമ്മൾ ശരിക്കും എന്ത് പറയാ, ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യൂ പർപ്പ് എന്ന് പറയാം. ഇസഡ് ആക്സിസിലേക്ക് മാത്രമേ പോവൂ, വൈ ആക്സിസിലേക്കും കൂടെ പോവില്ലേ? വൈ ആക്സിസിലേക്ക് എങ്ങനെ പോകുന്നത്? എക്സ് വൈ ആക്സിസ് താഴെ കിടക്കുന്ന പ്ലെയിൻ ആണ്, അതാണ് നമ്മൾ ഡബ്ല്യൂ. വൈ ആക്സിസിൽ ഒരു എലിമെന്റ് എടുക്കുക, സപ്പോസ് 0 0 3 0 എടുക്കുക. വൈ ആക്സിസിൽ എലിമെന്റ് പറഞ്ഞാല് വൈ കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി 0 ആയിരിക്കില്ല. 0 3 0 എടുക്കുക. അപ്പൊ ആ വെക്ടർ ഓൾറെഡി നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ കിടക്കല്ലേ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ, അതായത് നിങ്ങൾ മുകളിലേക്ക് ഒരു വെക്ടർ എടുക്കുക. സപ്പോസ് 0, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ 0 3 0 പറഞ്ഞല്ലോ, നിങ്ങൾ 0 3 1 എടുക്കുക. അതെവിടെ ഉണ്ടാവുക? 0 3 1 എന്ന വെക്ടർ, അതായത് 0 3 0 എന്ന വെക്ടർ നേരെ മുകളിലേക്ക് വരും അല്ലെ? Z ആക്സിസിലെ വാല്യൂ മാത്രമല്ലേ മാറുന്നുള്ളൂ. അപ്പൊ ആ പോയിന്റ് മോഡ് റേസ് ആവും. അപ്പൊ ആ വെക്ടർ എന്നാൽ ആ ഒറിജിന് ഈ 0 3 1ലേക്ക് വരുന്ന ഒരു നേരെ വരുന്ന വെക്ടർ, അതാണ് 0 3 1. ആ വെക്ടറിന്റെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ടു നമ്മളെ സ്പേസ് എന്നാൽ നേരെ താഴെ കിടക്കുന്ന 0 3 0 ആണ്. 0 3 0 നേരെ താഴെ കിടക്കുന്ന വൈ ആക്സിസിൽ കിടക്കുന്ന ആ എലിമെന്റ്, ആ ഒരു വെക്ടർ 0 3 1 എന്ന് പറഞ്ഞാൽ വീലുള്ള എലിമെന്റ്, വീലുള്ള വെക്ടർ, അതിന് നേരെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ നേരെ അതിനടുത്ത് താഴോട്ട് അടിച്ചിടുക നമ്മളെ ഈ സ്പേസിൽ എക്സ് വൈ പ്ലെയിനിലേക്ക്. അപ്പൊ 0 3 0 ആവും. അതാണ് അതിന്റെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ. അപ്പം ഈ 0 3 1 എന്ന് പറഞ്ഞ വെക്ടർ നിങ്ങൾ പ്ലെയിനിൽ മാർക്ക് ചെയ്യുക, 0 3 0 മാർക്ക് ചെയ്യുക. ഈ 0 3 0 എന്ന് 0 3 1ലേക്ക് പോകുന്നൊരു വെക്ടർ ഉണ്ടല്ലോ, നേരെ കുത്തനെ പോകുന്നൊരു വെക്ടർ ഉണ്ടല്ലോ, നേരെ പോകുന്നൊരു വെക്ടർ ഇല്ലേ? അപ്പൊ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ താഴെ പിയും മുകളിൽ ക്യൂ എടുക്കുക. ഓക്കെ, 0 3 0 നിങ്ങൾ പി എടുക്കുക, 0 3 1 നിങ്ങൾ ക്യൂ എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ പി ക്യൂ എന്ന വെക്ടർ എന്താ? ഒ പി മൈനസ് ഒ ക്യൂ എന്ന് പറയും നമ്മൾ. ഒ പി എന്ന് പറഞ്ഞാൽ ഒറിജിൻ ടു പി, ആ വെക്ടറും മൈനസ് അപ്പം ഒ ക്യൂ എന്ന് വരും. അപ്പൊ നിങ്ങൾ ശരിക്കും അപ്പൊ ഇവിടെ ക്യൂ പി ആയിരിക്കും നമ്മൾ പറയുന്നത്. ക്യൂ പി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒ ക്യൂ മൈനസ് ഒ പി എന്ന് വരും. അതായത് ബീറ്റ മൈനസ് ആൽഫ എന്ന ആ വെക്ടറാണ് ശരിക്കും ഈ കുത്തനെ വരുന്ന വെക്ടർ, അതാണ് ക്യൂ പി എന്ന വെക്ടർ, അതാണ് ബീറ്റ മൈനസ് ആൽഫ, ബെസ്റ്റ് അപ്രോക്സിമേഷൻ.
നമ്മൾ പറയുന്നത് ഈ 031 എന്ന വെക്ടറിനെ ഈ പറഞ്ഞ QP മാപ്പ് ചെയ്യുന്ന ആ മാപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊറോളറിയിൽ. ദെൻ ദ മാപ്പിംഗ് വിച്ച് മാപ്സ് 031 to 031 minus 030 താഴെ കിടക്കുന്ന ആൽഫ is the orthogonal projection of V onto W perp. അതാണ് ഇവിടെ പറയുന്നത്. You understand? ഓക്കെ സർ. ഒന്നുകൂടി ഒന്ന് ഇരിക്കുക, ഈ ക്ലാസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ. ഞാൻ ഈ റെക്കോർഡ് ചെയ്തിടുന്നുണ്ട്, ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക, അപ്പൊ ക്ലിയർ ആവും. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിപ്പം നിങ്ങളെ നമ്മുടെ ക്ലാസ്സിലൊക്കെയാണ് നമുക്ക് നല്ല ഡിസ്കസ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എനിവേ ടുമോറോ വിൽ കണ്ടിന്യൂ. ഓക്കെ സർ. നാളെ ദിവസം ഓക്കെ ദെൻ വൈൻഡ് അപ്പ് ടുഡേ. നമുക്ക് നാളെയും എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, നാളെ ഞായറാഴ്ചയാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് 2-3 ദിവസം കൊണ്ട് തീർക്കണം. എന്നിട്ട് രണ്ട് എക്സാം നടത്താനുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സും തീരാനായോ? 34 തീയതി തീർക്കണ്ടേ അല്ലേ? എന്നാ നിങ്ങൾക്ക് എക്സാം പറഞ്ഞിട്ടില്ല, ജൂൺ ജൂലൈ അങ്ങനെ പറഞ്ഞത്, ഡേറ്റ് വന്നിട്ടില്ല. ഇപ്പൊ വന്ന ജൂൺ 15 പറഞ്ഞാൽ ശരിക്കും ഫൈനൽ ഇയറിന്റെ ആണോ പറഞ്ഞത്? ഫൈനൽ ഇയറിന്റെ. ഓക്കെ ഓക്കെ, വിൽ സീ ടുമോറോ.